ഗുരവേ സർവലോകാനാം ഭിഷജേ ഭവരോഗിണാം നിധയേ സർവവിദ്യാനാം ദക്ഷിണാമൂർത്തയേ നമഃ. ജന്മാദ്യശ്ചേതുന്വയാദിതരതശ്ചാർത്ഥേഷു ഭിജ്ഞസ്വരാക്ഷ തേനേ ബ്രഹ്മഹൃദായാദിവേ മുഖ്യന്തേ സൂരയ തേജോ വാരിമുദം യഥാ വിനിമയോ യത്വത്ത് സർഗോ വിഷാദേന സദാ രജസ്തഭുവം സത്യം പരം ധീമഹി. നമസ്കാരം. ഇവിടെ ഇരിക്കുമ്പോൾ യഥാർത്ഥത്തിൽ ഇദ്ദേഹം ഇങ്ങനെയൊക്കെ പറഞ്ഞെങ്കിലും എനിക്ക് കുറച്ച് ഭയമുള്ളത്. കാരണം നിങ്ങളൊക്കെ ധാരാളം പ്രഭാഷണങ്ങൾ കേട്ട് ശീലമുള്ളവരായിരിക്കും. സ്വാഭാവികമായിട്ട് ഇവിടെ ധാരാളം പരിപാടി നടക്കുന്നതാണ്. അപ്പോൾ അങ്ങനെയുള്ള ആളുകളോട് നമ്മൾ സ്വതേ ഈ പ്രഭാഷണമൊക്കെ നടത്തി എന്ന് പറയുന്നത് സാമാന്യ ജനങ്ങളോട് പ്രത്യേകിച്ച് ഇത് കേൾക്കണമെന്നും പ്രത്യേകിച്ച് വിചാരമില്ലാത്ത അംഗവും കാണാം താളി ഓടിക്കാമെന്ന് പറയുമ്പോൾ അതുപോലെ സപ്താഹത്തിന് ഉപയോഗിച്ചാൽ ഊണും കഴിക്കാം, പിന്നെ ബന്ധുക്കളെല്ലാം കാണാം, കല്യാണത്തിന് ക്ഷണിക്കാം, അയറ്റുകത്ത് കൊടുക്കാം. ഇങ്ങനെ പല ഉദ്ദേശമായിട്ട് വരുന്ന ആളിലായിരിക്കും. അങ്ങനെയുള്ള കൂടുതൽ കാണേണ്ടിയില്ല. അങ്ങനെ അതിനായിട്ട് ജിജ്ഞാസുക്കളായി വരുന്ന ആളുടെ അഭിസംബോധന ചെയ്യേണ്ടി വരിക വളരെ കുറവാണ്. 60,000 ആളൊക്കെ പങ്കെടുത്തിട്ടുണ്ടാവും. പക്ഷെ 6,000 ആളൊക്കെ വ്യക്തമായി കേട്ടു സംശയം. കാരണം അവിടെ വലിയ ബഹളമായിരുന്നു. പലതിൻ്റെ കൂടെയാണ് നടക്കുന്നത്. അവിടെ കോടിയാത്തരവണം, ലക്ഷാത്തരവണം, പിന്നെ എന്താണ് നക്ഷത്രവൃക്ഷ തൈകൾ വിൽക്കണം. ഇതൊക്കെ കൂട്ടത്തിൽ മഹാഭാരതം നടക്കും. ആരും ശ്രദ്ധിക്കില്ല. 60,000 ആളിന് ഒരു 6,000 ആളൊക്കെ ശ്രദ്ധിച്ച് കേട്ടിട്ടുണ്ടാവും. അത് വരികയും പോവുകയും ചെയ്യുന്ന ആളാണ്. സുസ്ഥിരമായ സദസ്സില്ല. രാവിലെ ആൾ ഉച്ചയ്ക്ക് ഉണ്ടാവില്ല, ഉച്ചയ്ക്ക് 2 ആൾ കിട്ടുന്ന ഒന്നും തരില്ല. അങ്ങനെയൊക്കെ. അപ്പോൾ അങ്ങനെയൊക്കെ ശീലിക്കുമ്പോൾ ഉള്ള വിഷമം എന്താ വെച്ചാൽ ഗൗരവമായി പഠിച്ച് പറയേണ്ട ഒരു വിഷയം വരില്ല. എന്തുകൂടെ വരാത്ത വെച്ചാൽ ഈ വാങ്ങുന്നയാൾക്ക് വേണമെങ്കിലേ കൊടുക്കുന്നയാൾക്കും ഉള്ളൂ. അങ്ങനെ ഒരു വിഷമം വരിക. അപ്പം അങ്ങനെയൊക്കെ ശീലിച്ചു പോയതുകൊണ്ട് ഉള്ള ചില ബുദ്ധിമുട്ടൊക്കെ ഉണ്ട് നമുക്ക്. കാരണം ഈ പൊതുജനങ്ങളോട് പറയുമ്പോൾ അങ്ങനെ ചില വിഷമങ്ങൾ അവർ ഇന്നതാണ് പറയാൻ പോകുന്നത് അറിഞ്ഞിട്ടോ അത് കേൾക്കണം വെച്ചിട്ടൊന്നുമല്ല, കൂട്ടത്തിൽ അതും ഇത്രയേ ഉള്ളൂ. അപ്പോൾ അങ്ങനെയുള്ള ആളുകളോട് അധികം സംസാരിക്കേണ്ടി വരിക. ഇപ്പോൾ വളരെ കുറച്ച് ദിക്കിൽ അങ്ങനെ വേണ്ടി വന്നില്ല. ഇപ്പോൾ അമൃതാനന്ദമയി മഠത്തിലൊരു 125 മണിക്കൂർ ഭാഗവത്തെക്കുറിച്ച് പറയേണ്ടി വന്നു. അവിടെയൊക്കെ പിന്നെ കേട്ട് ശീലമുള്ള ആളുകളാണ്. പിന്നെ ചപലമായ സദസ്സല്ല, സുസ്ഥിരമായ സദസ്സുണ്ടാവും. ദിവസം 6 പ്രഭാഷണങ്ങളിൽ 25 ദിവസത്തോളം തീർച്ചയായിട്ട് ചെയ്യേണ്ടി വരും. അങ്ങനെ വെച്ച് ചുരുക്കം അനുഭവങ്ങളേ ഉള്ളൂ. ബാക്കിയൊക്കെ ഒരുതരം മസാലയാണ്. അപ്പം ഇങ്ങനെ ചില ബുദ്ധിമുട്ടൊക്കെ ഉണ്ട്. പിന്നെ ഈ സാധാരണ ഇതിൽ ചപലമായിട്ട് പറയാൻ വലിയ ആലോചിക്കുന്നതല്ല. ഏത് സമയത്ത് ഏത് ഉറക്കിലെഴുന്നേറ്റിനും കുറച്ച് ശീലമുള്ള ആൾക്ക് പ്രസംഗിച്ചുകൊണ്ടിരിക്കാം. പ്രസംഗക്കാരെ പറ്റി സ്വതേ പറയാനുള്ള തമാശ അവർക്ക് പ്രസംഗിക്കാണ്ടിരിക്കാനാണ് വിഷമം. തുടങ്ങി കിട്ടിയാൽ നിർത്താൻ വിഷമമാണ്. ഇങ്ങനെ വരാറുണ്ട്. എന്തെങ്കിലും തോന്നിക്കൊണ്ടിരിക്കും. നല്ലതോ ചീത്തയോ പ്രസക്തമാണോ അപ്രസക്തമാണോ എന്നൊക്കെയുള്ള വേറെ വിഷയം. പണ്ട് വാജ്പേയി കേരളത്തിൽ വന്നപ്പോൾ പത്രക്കാർ പറഞ്ഞു ഞങ്ങൾക്ക് 5 മിനിറ്റ് നേരത്തെ ഒരു അഭിമുഖ സംഭാഷണം അനുവദിക്കണമെന്ന് പറഞ്ഞു. അപ്പം അദ്ദേഹം പറഞ്ഞാൽ അത് കുറച്ച് വിഷമാണ്, പറഞ്ഞാൽ നിർത്താൻ വിഷമാണെന്ന് പറഞ്ഞു. ഒരാളെ പറയേണ്ടി 5 മിനിറ്റ് കൊണ്ട് നിർത്താൻ വിഷമാണെന്ന് പറഞ്ഞു. അപ്പം അതേപോലെയാണ് ഇത് പറയുകയാണ്. പണ്ട് ഇംഗ്ലീഷ് പ്രധാനമന്ത്രി ഡിസ്രേലി പറഞ്ഞിട്ടുണ്ട്, അത് കേട്ടിട്ടുണ്ടാവും, പ്രസിദ്ധമായ ഒരു വാക്യമാണ്. അദ്ദേഹം പറഞ്ഞത് എനിക്ക് 2 മണിക്കൂർ പ്രഭാഷണം ചെയ്യാൻ 5 മിനിറ്റ് ആലോചിക്കേണ്ടതാണ്. കാരണം എന്താ വെച്ചാൽ ചവലമായിട്ട് ഇങ്ങനെ പറയാമല്ലോ. പിന്നെ വളരെ കൃത്യമായോ പിന്നെ ഒരു കാര്യകാരണ ബന്ധത്തോടു കൂടിയോ പൂർവാപര ബന്ധം ഉറപ്പിച്ചിട്ടൊന്നും പറയണമെന്നില്ല എന്നർത്ഥം. അതേസമയം 10 മിനിറ്റ് പറയാൻ എനിക്ക് 2 മണിക്കൂർ ആലോചിക്കണമെന്നാണ് ഇസ്രയേലി പറഞ്ഞത്. പ്രസംഗാലയെക്കുറിച്ചുള്ള നല്ല നിരീക്ഷണമാണ്. അപ്പോൾ നിങ്ങളോട് കുറച്ച് ആയിട്ട് പറയുകയും ചെറിയൊരു ഭാഗം പറയുകയും ബുദ്ധിമുട്ടാണ്. അപ്പോൾ സപ്താഹങ്ങൾ കേൾക്കുമ്പം പലരും ആവേശപൂർവ്വം ക്ലാസ്സൊക്കെ സംഘടിപ്പിക്കുകയും ചെയ്യും. ക്ലാസ്സൊക്കെ തുടങ്ങിയ അധികാർക്കും ഉത്സാഹമൊക്കെ കുറയും. ഭാഗവത്തിൽ പല ഭാഗങ്ങളുണ്ട്. രസനീയമായ ഭാഗങ്ങൾ ഊതിക്കൊണ്ട് 7 ദിവസം കുറച്ച് ഭാഗമേ പറയുള്ളൂ. ഞാൻ തന്നെ 140ഓളം സപ്താഹം നടത്തിയിട്ടുണ്ടാവും. പക്ഷേ ഈ രുദ്രഗീതമൊക്കെ ഒരു ദിക്കിലും വൃത്തിയായിട്ട് പറയേണ്ടി വന്നിട്ടില്ല, സാധിക്കില്ല. കാരണം നിങ്ങൾക്ക് ഏകദേശം അറിയാലോ, 10-50 അധ്യായം ദിവസം വായിക്കണം. അതിലേക്ക് ഉച്ചഭക്ഷണത്തിൻ്റെ ഒഴിവ് വേണം. അത് കഴിഞ്ഞിട്ട് കഥാഭാഗങ്ങളെല്ലാം പറഞ്ഞു തീർക്കാൻ വിഷമമാണ്. ഇതൊന്നും സാധിക്കില്ല. അതുകൊണ്ടാണ്. അപ്പം ഇത് പ്രത്യേകം എടുത്ത് പറയേണ്ടി വരുമ്പോൾ ഈ സൂപ്പർ എക്സ്പ്രസ്സുകളെ പോകുന്ന പോലെ പോവുകയാണ് ഭാഗവത്തിലെ. അപ്പോൾ പല സ്റ്റേഷനും കടന്നുപോയെന്ന് നമ്മൾ അറിയില്ല. അപ്പം ഇങ്ങനെ ചില സംഗതികളൊക്കെ ഇവിടെ ഉണ്ടെന്ന് വായിക്കുന്നവരും അറിയാറില്ല പലപ്പോഴും. കാരണം വായിക്കുന്ന ആളുകളെ പരിനിഷ്ഠിതമായി പഠിച്ചുറപ്പിച്ചിട്ട് പറയുകയല്ല ചെയ്യുന്നത്.
കുറേ ആൾക്കാർ കൂടെ വായിക്കാൻ പോയി. പിന്നെ ആചാര്യനായിട്ട് ആളിനെ അവരോധിക്കും. അവരോധിച്ച് കഴിഞ്ഞാൽ പിന്നെ അത് വേണ്ടാന്ന് വെക്കണ്ട എന്ന് പറഞ്ഞു പോയി. ഇങ്ങനെ കുറേ ദൗർബല്യങ്ങളുണ്ട് ഞാൻ പറഞ്ഞതാണ്. അതായത് നമുക്ക് നോക്കാം. ഇവിടെ ഇപ്പോൾ ചതുർത്ഥ സ്കന്ധത്തിലെ 24-ാം അധ്യായത്തിലെ ഭാഗമാണ് പ്രധാനമായത്. അതിൽ 10-12 ശ്ലോകങ്ങൾ ആദ്യ ഭാഗങ്ങളൊന്നും കൃത്യമായി പറഞ്ഞാൽ രുദ്രഗീതല്ല. ശ്രീരുദ്ര ഉപാച എന്നുകൊണ്ട് അവിടെ പറയും, ഇതെന്താ ആത്മവിദ്യ സ്വസ്ഥയെ സ്വസ്ഥദേഹിന എന്നിട്ട് തുടങ്ങുന്ന ഭാഗമാണ് യഥാർത്ഥമായ രുദ്രഗീതം. അതിനുള്ള ഉപക്രമമായിട്ട് അതിലേക്ക് എത്തിച്ചേരാൻ വേണ്ടിയിട്ട് നടത്തിയിട്ടുള്ളതാണ് ബാക്കി ഭാഗങ്ങളൊക്കെ. ഇപ്പം ചുരുക്കത്തിൽ പറഞ്ഞാൽ നമ്മൾ 23-ാം അധ്യായത്തോട് കൂടിയിട്ട് പൃഥ്വിചക്രവർത്തിൻ്റെ ചരിത്രം കഴിഞ്ഞു. മുമ്പ് നടത്തിയതാണ്. പൃഥ്വിചക്രവർത്തിക്ക് സനൽകുമാർ കൊടുക്കുന്ന ഉപദേശം. അത് കഴിഞ്ഞ് അദ്ദേഹം രാജ്യഭാരങ്ങളൊക്കെ അവസാനിപ്പിച്ച് ഭാര്യയായ അർച്ചസ് രാജ്ഞിയോട് കൂടിയിട്ട് കാട് കയറിപ്പോയി. അതായിരുന്നു പഴയ സംസ്കാരം. ഗൃഹസ്ഥാശ്രമം എന്ന് പറഞ്ഞാൽ ആജീവനാന്തം തുടരേണ്ടതായൊരു സംഗതിയായിട്ടല്ല, മറിച്ച് ചിലതൊക്കെ സാധിക്കാനുള്ളതാണ്. ഈ ആശ്രമം എന്നുള്ള വാക്കിന് പല അർത്ഥങ്ങളും പണ്ഡിതന്മാർ കണ്ടുപിടിച്ചിട്ടുണ്ട്. ചിലർ പറയുന്ന ആശ്രമം എന്ന് പറഞ്ഞാൽ, ഇന്നിപ്പോൾ ആശ്രമം എന്ന് കേട്ടാൽ നമ്മൾ വിചാരിക്കുന്നത് വൃദ്ധരായ താടിക്കാരായ കുറേ സന്യാസിമാർ താമസിക്കുന്ന സ്ഥലം എന്നൊക്കെയാണ്. അതിൻ്റെ അർത്ഥമില്ല വാസ്തവത്തിൽ. പ്രധാന അർത്ഥം എന്താണ്? ജീവശതായുർവൈ പുരുഷ എന്ന് വേദത്തിന് മംഗളം. 100 ആകുന്നു പുരുഷൻ്റെ ആയുസ്സെന്ന്. പുരുഷൻ്റെ അവിടെ സ്ത്രീകളില്ല എന്നർത്ഥം വിചാരിക്കരുത്, മനുഷ്യരെന്നർത്ഥം. ഈ മനുഷ്യ ജീവിതത്തെ 4 ഭാഗിച്ചിട്ട് 4 പുരുഷാർത്ഥങ്ങൾ നേടണം. ധർമ്മം, അർത്ഥം, കാമം, മോക്ഷം, 4. ഇത് നേടാൻ ജീവിതത്തിൻ്റെ 4 ഘട്ടങ്ങളായി തിരിക്കുക. ഇതിൽ ബ്രഹ്മചര്യാശ്രമത്തിൽ വെച്ച് വേദാംഗങ്ങളൊക്കെ പഠിച്ച് ധർമ്മശാസ്ത്രങ്ങളൊക്കെ പഠിച്ച് മനസ്സിൽ ഉറപ്പിക്കണം. അത് കഴിഞ്ഞാൽ കാമം അടക്കാൻ സാധിക്കാത്തവർക്ക് എന്ത് ചെയ്യാം? വിവാഹം കഴിക്കാം. വിവാഹം കഴിച്ചുകൂടാന്നുള്ളൊരു പൊതു നിയമമല്ല, മറിച്ച് ശാസ്ത്രം പഠിക്കാനുള്ള പൊതു നിയമമാണ്. അതുകൊണ്ടാണ് ഗൃഹസ്ഥാശ്രമത്തിലേക്ക് പ്രവേശിക്കുന്ന ശിഷ്യനോട് തൈത്തിരീയ ഉപനിഷത്തിൽ ഗുരു പറയുന്നുണ്ട്, സ്വാധ്യായ അന്നപ്രമദിതവ്യം എന്നാണ്. സ്വാധ്യായത്തിൽ നിന്ന് പ്രമാദം പറ്റിപ്പോകരുതേ. സ്വാധ്യായം ഒരിക്കലും നിർത്തരുതെന്ന് എപ്പോഴും വേണ്ടതാണ്. വിവാഹം കഴിച്ചോളണം, കുട്ടികളുണ്ടായിക്കോളണം എന്നുള്ളൊരു നിയമമല്ല. നിങ്ങൾക്ക് ചെയ്യാമെന്നല്ല, അജുഗുപ്സിത എന്നൊക്കെ പറഞ്ഞിട്ട് പറയും. അപ്പം അതിരിക്കട്ടെ, അങ്ങനെയുള്ളതിനാണ് ശരിക്കും ആശ്രമം എന്ന് പറയുന്നത്. അങ്ങനെ ബ്രഹ്മചര്യം, ഗാർഹസ്ഥ്യം, പാരപ്രസ്ഥം, സന്യാസം. ചിലര് നിഷ്പത്തിയോ അല്ലെങ്കിൽ വ്യാകരണത്തിൻ്റെ കർക്കശമായ ദൃഷ്ടിയിൽ നോക്കിയാൽ ശരിയല്ലായിരിക്കാം. പക്ഷെ ചിലർ പറയുന്ന ആശ്രമം എന്നുള്ളതിന് ആശ്രമം നടത്തുന്നത് അതുവരെയുള്ള ശ്രമം. ഏതുവരെ? എന്താണോ നേടിയെടുക്കേണ്ടത് അതുവരെയുള്ള ശ്രമം. അങ്ങനെ പറയാതെ ആജീവനാന്തം പറയുന്നില്ലേ, ആ ജീവിതകാലം വരെ ആജീവനാന്ത തടവ് എന്നൊക്കെ ഇല്ലേ, അതേപോലെ. അപ്പം എന്തെന്നാണോ നേടേണ്ടത്? ഇപ്പം ഈ ബ്രഹ്മചര്യാശ്രമത്തിൽ വെച്ചിട്ട് ശാസ്ത്രങ്ങളൊക്കെ ബോധിക്കണം. ഗൃഹസ്ഥാശ്രമത്തിൽ വെച്ചിട്ട് സന്താദികളെയൊക്കെ ഉൽപ്പാദിപ്പിച്ച് ലോകത്തെ നിലനിർത്തണം. അതിൻ്റെ കൂടെ തന്നെ ദേവന്മാരെയും ഋഷികളെയും സഹജീവികളെയും മറ്റുള്ളവരൊക്കെ അതിഥി പൂജ മുതലാക്കി ചെയ്യണം. യജ്ഞങ്ങളൊക്കെ ഉണ്ട്, അതിപ്പം വിസ്തരിക്കുന്നില്ല. ഇങ്ങനെയൊക്കെ ചെയ്യണം. അത് കഴിഞ്ഞാലോ ഈ ഗൃഹസ്ഥാശ്രമത്തിൽ അത് വിട്ടുകളെന്നർത്ഥം. ഇത് എപ്പോഴും തങ്ങി നിൽക്കാനുള്ളതല്ല എന്ന് പറയാനായി പറഞ്ഞത്. ആശ്രമത്തിനാണ് അത് നേടുന്നത് ഇവരെ അവിടെ ഇരിക്കാണ്. കാമോ അർത്ഥമൊക്കെ സാധിക്കേണ്ടത് ഈ ഗൃഹസ്ഥാശ്രമത്തിലാണ്. കാരണം അർത്ഥം നേടാൻ വേറെ ഒരു ആശ്രമിക്ക് സാധ്യത, അതിന് വകുപ്പില്ല. ബ്രഹ്മചാരി പഠിക്കുന്ന ആളാണ്, അയാൾ അല്പാഹാരം ജീർണ വസ്ത്രമൊക്കെ ആയിട്ട് കഴിയുന്ന ആളാണ്. അയാൾക്ക് സമ്പാദിക്കാൻ സാധിക്കില്ല. ആനപ്രസന് സാധ്യല്ല, സന്യാസിക്ക് സാധ്യല്ല. അപ്പം സമ്പത്തുണ്ടാക്കി വിതരണം ചെയ്യുന്ന ഗൃഹസ്ഥനാണ്. അപ്പം അർത്ഥം നേടണം, കാമവും നേടണം. ഇത് 2 നേടിക്കഴിഞ്ഞാൽ അത് എപ്പോഴും അതിൽ വീണ് മരിക്കാനുള്ളതല്ല. അത് കഴിഞ്ഞാൽ എന്ത് ചെയ്യണം? തനിക്ക് ജരാതര വന്നു, അഥവാ മക്കൾക്ക് മക്കളായി കണ്ടാൽ ഉടനെ വീട് വിട്ടോളണം. അപ്പോൾ ഇക്കാലത്ത് പറഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ട് തന്നെയാണ്. ഇതിപ്പോൾ കാട്ടിൽ പോയാൽ ഫോറസ്റ്റുകാർ പിടിക്കും, കാട്ടിൽ പോകാൻ പറ്റും. അതേകാലം ഇതൊക്കെ പണ്ടത്തെ വ്യവസ്ഥകളാണ്. അതുകൊണ്ട് രാജാവ് എന്ത് ചെയ്തു? ചുരുക്കി പറഞ്ഞാൽ പൃഥ്വിചക്രവർത്തി ആർട്ടിസ്റ്റ് എന്ന് പറഞ്ഞ രാജ്ഞിയോടുകൂടി കാട്ടിലേക്ക് മക്കൾക്ക് വിജിതാശൻ എന്ന് പറഞ്ഞ മക്കളുണ്ടായിരുന്നു, നേരത്തെ പറഞ്ഞിട്ടുണ്ട്. ഏൽപ്പിച്ചിട്ട് പോയി. അവിടെ ചെന്നിട്ട് അതിഗംഭീരമായ ഗംഭീരമെന്നോ കഠിനമെന്നോ പറയാവുന്ന തപശ്ചര്യകളൊക്കെ ചെയ്തു. ഈ നല്ല മഴയുള്ള കാലത്ത്, തണുപ്പുള്ള കാലത്ത് കഴുത്തിന് വെള്ളത്തിരുന്നിട്ട് മന്ത്രം ചോദിച്ചു എന്നൊക്കെ പറയുന്നുണ്ട്. വേനൽക്കാലത്താകട്ടെ പഞ്ചാഗ്നിമധ്യത്തിരുന്ന് തപസ് ചെയ്തു. അങ്ങനെ കാലം കഴിയുമ്പോൾ ശരീരമൊക്കെ ചൂടിപ്പിച്ച് ലയിച്ചു എന്ന് കണ്ടപ്പോൾ രാജ്ഞി എന്ത് ചെയ്തു? ഭർത്താവ് ദേഹം വിട്ടിരിക്കുന്നു കണ്ടപ്പോൾ ആ മൃതദേഹം എടുത്തിട്ട് ചിതയിൽ വെച്ചിട്ട് വലിയ വിലാപത്തിലുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ടെങ്കിലും
ഇനിയിപ്പോൾ ഞാൻ എന്നെ കഴിച്ചു വിട്ടു റേഷൻ ആരുണ്ടാവുമെന്ന് വിചാരിച്ച് പരിഭ്രമിച്ചൊന്നുമില്ല. ആ ചതയിൽ താൻ കയറി ഇരുന്നിട്ട് തീ കൊളുത്തി നമുക്ക് അവിടെ കാണാം. അങ്ങനെയാണ് ആ പ്രകടനം അവസാനിച്ചത്. പറയാൻ വേണ്ടി പറയാണ് 24-ന് 23-ന് പറഞ്ഞതാണ്. അപ്പോൾ ദേവസ്ത്രീകൾ പോലും താഴേക്ക് പോയിട്ട് പറഞ്ഞു അഹോയം വധൂസന്യ പറഞ്ഞു. ദേവസ്ത്രീകൾ പറഞ്ഞു ഇതാ ഈ സ്ത്രീയെ പോലെ ഇത്ര ഭാഗ്യവതിയായിട്ട് ആരാ ഉള്ളത്. കാരണം ഈ അർത്തിസ്രാജ്ഞി പൃഥുചക്രവർത്തി എന്നുണ്ടായോ അപ്പം ഉണ്ടായ ആളാണ്. നമുക്ക് നേരത്തെ 16-ാം അധ്യായത്തിൽ ചതുർത്ഥത്തിൽ പറഞ്ഞിട്ടുണ്ട്. മിഥുനം സംവദ്യത എന്നല്ല, മിഥുനമായിട്ട് പിന്നെ ദാമ്പത്യത്തെ അഭിലഷിക്കുന്നവരായിട്ട് മൈഥുനധർമ്മത്തിനെ സ്വീകരിക്കുന്നവരായിട്ട് രണ്ടുപേരുണ്ടായതുകൊണ്ട് എപ്പോഴും വേരൻ്റെ കൈയും കാലം കടന്ന കഥയൊക്കെ നേരത്തെ പറഞ്ഞില്ലേ. അപ്പോൾ കൈകൾ കടന്നപ്പോൾ ഇടത്തെ കൈയിൽ നിന്ന് അർച്ചിസ് എന്നുള്ള രാജ്ഞി ഉണ്ടായി, വലത്തെ കൈയിൽ നിന്ന് പൃഥ്വിചക്രവർത്തി ഉണ്ടായി. ഇങ്ങനെയാണ് അവരെ കഥ ആരംഭിച്ചത്. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ ഈ ദേവസ്ത്രീകൾ പറയുന്നതാണ് ഇവളെത്ര ധന്യയാണ്, ഭർത്താവിനോടൊപ്പം ലോകത്തേക്ക് വന്നു, ഭർത്താവിനോട് പോവുകയും ചെയ്തു. ഈ ലോകത്ത് സാമാന്യമല്ല. സാധാരണ സ്ത്രീ പുരുഷന്മാർക്ക് ആരാണ് ഭാര്യയാവുക, അത് ഭർത്താവെന്ന് വല്ല നിശ്ചയമുണ്ടാവും. ഏതെങ്കിലും ഇതുവരെ എവിടെയെങ്കിലും വന്ന് ജനിച്ചിട്ടുണ്ടാവും. അങ്ങനെ ആളെ ഭർത്താവായിട്ടോ എങ്ങനെയൊക്കെ വിചാരിക്കാം, ഭരിക്കുന്ന ആളായിട്ടോ ചിലപ്പോൾ സുഖാവെന്ന് വരാം. ഭാര്യ എങ്ങനെയാണ് സുഖമായിന്ന് വരാം, സുഖമുണ്ടായിന്ന് വരില്ല. അങ്ങനെയൊക്കെ കഴിച്ചു കൂട്ടും. ഇവിടെ എങ്ങനെയല്ല, ഇവർ ഒരുമിച്ച് വന്നു ഒരുമിച്ച് പോയി. ദമ്പതികളായിട്ടാണ് വന്നത് തന്നെ, യുവനയുക്തരായിട്ടാണ്, ചെറിയ കുട്ടിയായിട്ട് വളർന്നു വലുതായതല്ല. അപ്പോൾ ദേവസ്ത്രീകൾ പറഞ്ഞു അഹോ, അത്ഭുതമായിട്ട് പറയാം അഹോയം വധൂസന്യ ഓഹുജാമതി, ഭൂമിയെ മുഴുവൻ വിധിക്കുന്നവനായ രാജാവിന് ചക്രവർത്തിയുടെ പത്നിയായിട്ട് വന്നു, സുഖഭോഗങ്ങളൊക്കെ അനുഭവിച്ചു, ധർമ്മമൊക്കെ ചെയ്തു, കൃതകൃത്യരായിട്ട് ഇതാ രണ്ടുപേരും പോയിരിക്കുന്നു എന്ന് പറയാം. ഇതാണ് 23-ന് പറഞ്ഞത്. ചുരുക്കത്തിൽ 23-ാം അധ്യായം എല്ലാം 24 തുടങ്ങുമല്ലോ. അപ്പം 23-നുള്ള കാര്യം അതാണ്. വളരെ രസകരമായ സംഗതി എന്താ വെച്ചാൽ ശ്രീമദ് ഭാഗവതത്തിലെ ഏതെങ്കിലും രാജാവ് എന്നുള്ളതിലേക്ക് കൂടുതൽ വർണ്ണിച്ചിട്ടുണ്ടെങ്കിൽ അത് പൃഥുവിനെയാണ്. പൃഥുവിൻ്റെ ചരിത്രം 9 അധ്യായങ്ങൾ വിസ്തരിച്ച് പറഞ്ഞിട്ടുണ്ട്. സാക്ഷാത് ശ്രീരാമചന്ദ്രനെ പറ്റി പോലും 2 അധ്യായമുള്ളൂ ഭാഗവതത്തിൽ. ശ്രദ്ധിക്കേണ്ടതാണ്. നാമസ്കന്ധത്തിൽ 10, 11 ഉള്ളൂ. അതിൽ 11-ന്റെ പകുതിയോളം യഥാർത്ഥത്തിൽ അവിടെ വംശം വിസ്തരിച്ചാൽ. അപ്പോൾ അതേശം പൃഥുവിന് കൊടുത്ത ഒരു ആനുപാതികമായ സ്ഥലം വളരെ കൂടുതലാണ്. 9 അധ്യായങ്ങളിൽ ആ പൃഥുവിനെ പറ്റി വിസ്തരിച്ച് പറഞ്ഞത്. പൃഥുവിൻ്റെ ഗംഭീരമായ പ്രസംഗം, പൃഥു പ്രജകൾക്ക് ചെയ്ത ഉപദേശങ്ങൾ വളരെ വിസ്തരിച്ച് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് അവസാനിക്കുമ്പോൾ പറയും പൃഥുദിനമിതമാദരേണ ശൃണ്വൻ പറയുന്നില്ല. ഈ പൃഥുവിൻ്റെ ചരിത്രം ദിവസവും കേൾക്കേണ്ടതാണ്. നമുക്ക് കൊല്ലത്തന്നെ കേൾക്കാൻ നേരമില്ല. എന്നാലും പറഞ്ഞങ്ങനെയാണ് പൃഥുദിനമിതം ആദരേണ ശൃണ്വൻ. ആദരാണോ ആദരവോടുകൂടി കേൾക്കുന്നവർക്ക് എന്തൊക്കെയാ ഗുണം പറഞ്ഞത്. ബ്രാഹ്മണ തേജസ് വർദ്ധിക്കും, ക്ഷത്രിയൻ കൈക്കരുത്തുണ്ടാവും, വൈശ്യന് നിധിയായിത്തീരും, ശൂദ്ര സത്തമതായി അത് സാത്വികമായ ബുദ്ധി ഉണ്ടാവും. അങ്ങനെ വിസ്തരിച്ച് പറഞ്ഞില്ല. ഇതൊക്കെ തീർന്നു. എവിടെ 23-ാം അധ്യായത്തോടെ തീർന്നു. അപ്പോൾ അതിന് ശേഷം അതിൻ്റെ ബാക്കി പറയാൻ. അപ്പം യഥാർത്ഥ ഈ പൃഥുവിൻ്റെ കഥയും പൃഥുവിൻ്റെ പിതാവായിരുന്ന വേരൻ്റെ കഥയൊക്കെ എന്തിനാ പറയേണ്ടി വന്നത് നമ്മൾ നോക്കട്ടെ. അവിടെ കാണാൻ ഈ തൃതീയ ചാർത്തസ്കന്ധത്തിൽ അതിൽ ദക്ഷയാഗം പറഞ്ഞു. 7 അധ്യായങ്ങൾ ദക്ഷയാഗം കഴിഞ്ഞു. അത് 8 മുതൽക്ക് 12, 13 വരെയുള്ള അധ്യായം ധ്രുവചരിതം. ധ്രുവന്റെ ചരിത്രത്തിന് അവസാനത്തിൽ പറയുന്നുണ്ട് ഈ ധ്രുവന്റെ കഥ പ്രതേതസ്സുകളുടെ യാഗത്തിൽ വെച്ചിട്ട് സാക്ഷാത് ശ്രീനാരദൻ പാടി എന്ന് പറയുന്നു. അങ്ങനെയാണ് ഞാൻ ഇത് മനസ്സിലാക്കിയതാണ്. മൈത്രേയനും പറയുന്നത് ഇതിനോട് പറയാണ്. ആ ഈ തൃതീയ സ്കന്ധം മുതൽ ചതുർത്ഥ സ്കന്ധം അവസാനം വരെ ഈ വിതുര മൈത്രേയ സംവാദമാണ്. അപ്പോൾ ഓർമ്മിക്കണം. അപ്പോൾ ഈ കഥ കേൾക്കുന്നവനായ വിതുരൻ ഉടനെ തന്നെ മൈത്രേയോട് ചോദിക്കുകയാണ് അല്ലയോ മൈത്രേയ മഹർഷി, ഈ പ്രതേജസ് ആരാണ്, ആരുടെ മക്കളാണ്, അവരെവിടെ വെച്ചാണ് യാഗം നടത്തിയതെന്ന് ചോദിച്ചു. അതിൻ്റെ ഉത്തരമായിട്ട് അതൊക്കെ പറഞ്ഞു വരുന്നേ. കേജയ പ്രതേജസേ നാമ കസ്യാമി, അവത്തിൻ്റെ സന്താനം പതിക്കാതെ കഴിച്ചു കൂട്ടുന്നതാണ് സന്താനങ്ങളെ. വംശം പതിക്കാണ്ടിരിക്കണമെങ്കിൽ സന്താനങ്ങൾ വേണം. അതുകൊണ്ടാണ് കസ്യാവത്യാനി സുഭ എന്നൊക്കെ 13-ാം അധ്യായത്തിൻ്റെ ചോദിക്കുന്നത്. അപ്പോഴാണ് എന്ത് ചെയ്തത്, ധ്രുവന്റെ വംശപാരമ്പര്യം പറഞ്ഞ് പ്രതേജസ്സിലെത്താൻ വേണ്ടിയാണ്. യഥാർത്ഥത്തിൽ മൈത്രേയൻ എന്ത് ചെയ്താൽ മതി, ഇന്നത്തെ പരീക്ഷയ്ക്കെല്ലാം ഒറ്റ വാക്കിൽ ഉത്തരം എഴുതുക എന്ന് പറയുന്ന പോലെ ആരെ മക്കൾ എങ്ങനെയാണ് മക്കളാണ് പ്രജാതസ്സുകൾ, അത് ഇത്ര കൊല്ലം ഇന്ന സ്ഥലത്ത് വെച്ച് യാഗം നടത്തി തീർന്നില്ലേ, ഇതേ പറയേണ്ട കാര്യമുള്ളൂ. പക്ഷെ അങ്ങനെയല്ല ഇതിൽ മൈത്രേയൻ ചെയ്തത്. എന്താണ് അക്കൂട്ടത്തിൽ കുറേ തത്വങ്ങൾ പറയാനുണ്ട്. അതുകൊണ്ടാണ് ഈ പൃഥുവിനൊക്കെ പറയണ്ടേ. അപ്പം അംഗരാജാവിന് പറഞ്ഞു, അംഗരാജാവിൻ്റെ മോനായിട്ട് വേനുണ്ടായത് പറഞ്ഞു. വേനൻ്റെ
ദുഷ്കൃത്യങ്ങളെ പറ്റി പറഞ്ഞു, വേനലിൽ നിന്ന് ഉണ്ടായത് പറഞ്ഞു. ഇങ്ങനെയാണ് നമ്മൾ 23 എത്തിയത്. ഇനിയിപ്പോൾ 24. അപ്പൊ 24 എന്താ പറയുന്നത്, ഈ പൃഥുവിന് ശേഷമുള്ള സംഭവങ്ങൾ പറയാൻ. നേരത്തെ വന്നില്ലേ പ്രദേശങ്ങൾ ആരാന്നാണ് ചോദ്യം, അതിലേക്ക് എത്താൻ വേണ്ടിയിട്ടാണ്. ആ വംശത്തിൽ പിന്നീട് എന്ത് ചെയ്തു വെച്ചാൽ വിജിതാശോധിരാജാസി എന്ന് പറഞ്ഞിട്ട് കാണാം 24 ആദ്യം. അദ്ദേഹത്തിന്റെ മകനായ വിജിതാശു രാജാവാണ് പൃഥുവിന് യാഗം ചെയ്യുന്ന സമയത്ത് യാഗകുതിരയെ ഇന്ദ്രൻ കട്ടുണ്ടു. ഇന്ദ്രന് ചില ഹോബികളായിരിക്കും, യജ്ഞപശുവിനെ കട്ടുകൊണ്ടു അതൊക്കെയുള്ള എത്രയോ ദിക്കുകൾ ചെയ്തിട്ടുണ്ട് അദ്ദേഹം. സകല രാജാവ് യാഗം നടത്തുമ്പോൾ അതൊക്കെ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് അപ്പോൾ ഈ പുത്രൻ എന്ത് ചെയ്തു, കുതിരയെ തിരിച്ചു കൊണ്ടുവന്നൊക്കെയാണ് വിജിതാശു എന്ന് പേരുണ്ടായത്. അതൊന്നും വിസ്തരിക്കണ്ടില്ല. അദ്ദേഹത്തിന്റെ മകനായി ഇങ്ങനെ പറഞ്ഞു വരികയാണ് പരമ്പര. എല്ലാ രാജാക്കന്മാരും ചിലരൊക്കെ പേര് പറഞ്ഞിട്ടേ ഉള്ളൂ. പിന്നീട് ആ വംശത്തില് ബർഹിഷിത്ത് എന്ന് പറഞ്ഞ രാജാവ്, അതിൻ്റെ അയാളായിട്ട് ബന്ധപ്പെട്ട പ്രദേശങ്ങള് ഈ ബർഹിഷിത്ത് അഥവാ ബർഹിസ് എന്ന് പറയും. പിന്നെ അദ്ദേഹത്തിന് പ്രാചീന ബർഹിസ് എന്ന് പേരുണ്ടായി. പ്രാചീൻ എന്ന് പറഞ്ഞാൽ കിഴക്കേ ദിക്കിലാണ് പ്രാചീന. പെൺമണിയൊക്കെ ഗർഭം പ്രാചിക്ക് പറ്റി സൂര്യോദയത്തെ ഉണ്ടെങ്കിൽ പറയുന്നത് ചോദ്യമൊന്നും കാണുന്നില്ല. കിഴക്കേ ദിക്ക് പ്രസവിച്ചു എന്ന് പറയുന്നത് പെൺമണിയുടെ കവിതയിൽ കാണാം. അപ്പൊ പ്രാചീൻ എന്ന് പറഞ്ഞാൽ കിഴക്കൻ ദിക്കാണ്. ആ കിഴക്കോട്ട് തിളവിരിച്ചിട്ടാണ് ഗർഭപുല്ലുകളൊക്കെ യാഗത്തിന് വിരിക്കുന്നത്. സാധാരണ ഗർഭപ്പുല്ല് വിരിക്കുക കിഴക്കോട്ടും വടക്കോട്ടുമായിട്ടേ പതിവുള്ളൂ. തെക്കോട്ടിരിക്കുന്ന പിതൃക്കന്മാർക്ക് മാത്രമേ. പിന്നെ ഹോമാചാരങ്ങളിലൊക്കെ 4 പറയുമ്പോൾ ഇരിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് ചെയ്യുന്നതാണ് പരിസ്ഥരണം എന്നൊക്കെ പറയും. ഹോമകുണ്ടത്തിന്റെ 4 പറയും 4 പുല്ലുകൾ. അതൊക്കെ ഇവിടെ എന്ത് ചെയ്തു, കിഴക്കോട്ട് ദർഭപ്പുല്ല് തലയായി ആള് വിരിച്ചു. അങ്ങനെ വിരിച്ച പുല്ലോട്ട് ലോകം മൂടിപ്പോയിതാണ് പറഞ്ഞാൽ. ലോകം മുഴുവൻ ഇങ്ങനെ ഈ ദർഭപ്പുല്ല് പരത്ത് നടക്കുന്നുണ്ടാവും. അങ്ങനെ അർത്ഥം എന്താ വെച്ചാൽ അത്ര യാഗം ചെയ്തു കാണിക്കാനാണ്. ഈ പുല്ലുകളൊക്കെ കൂടി നിരത്തി വെച്ചിരുന്നെങ്കിൽ ഭൂലോകം മുഴുവൻ കൂടി അസ്തം ഇതെന്നൊക്കെ പറയുന്നത്. അത്രയും യജ്ഞങ്ങൾ നടത്തിയാലാണ് പ്രാചീനം. യജ്ഞം ചെയ്യാന്ന് പറയുന്നത് അദ്ദേഹത്തിന് വലിയൊരു ഭ്രമം തന്നെയായിരുന്നു പറഞ്ഞാൽ. ആ രാജാവിന്റെ കഥയിൽ പറയാൻ പോകുന്നത്. ആ രാജാവിന്റെ മക്കളാണ് പ്രജേതസ്യൻ. അപ്പൊ അവർക്കെന്ത് ചെയ്തു, ഈ 10 മക്കളാണ് പ്രജേതസ്യനുണ്ടായത്. 10 ആൾക്ക് ഒറ്റ പേരേ ഉണ്ടെന്നാണ്. എല്ലാവർക്കും കൂട്ടിയുള്ള പേരാ പ്രജേതസ്യൻ. രണ്ടുപേരുമായി കഥകളാണ്. ഓരോ ആൾക്കും ഓരോ പേരൊന്നുമില്ല. കാരണം അവരുടെ ഗുണങ്ങളൊക്കെ ഒരുപോലെയായിരുന്നു, സ്വഭാവം ഒരുപോലെയായിരുന്നു പറയുന്നത്. സാധാരണ വീടുകളിലൊക്കെ 2 ആളുണ്ടെങ്കിൽ 10 സ്വഭാവം ഉണ്ടാവും. ഇവിടെ ആണെങ്കിൽ 10 ആൾക്കുള്ള സ്വഭാവമേ ഉള്ളൂ. അവിടെ സമാനധർമ്മികളായിരിക്കുന്ന അവർക്കാണ് പ്രതേജസ് എന്ന് പേരുള്ളത്. ഈ പ്രതേജസിന്റെ മകനായിട്ടാണ് ദക്ഷയാഗത്തിൽ വെച്ചിട്ട് തല നഷ്ടപ്പെട്ടു പോയ ബ്രഹ്മപുത്രനായ ആ ദക്ഷ വീണ്ടും ജനിക്കുക. ഇതിന് ഷഷ്ടസ്കന്ധം പറയും. അങ്ങനെയാണ് പ്രാചേതസ ദക്ഷൻ. ആ കഥയിലൊക്കെ എത്താവില്ല ഈ പറയുന്നത്. ഈ പ്രതേജസ്സുകളോട് ക്രിയാകാണ്ഡേഷു നിഷ്ണാത എന്നുള്ളത്. ഈ ക്രിയാകാണ്ഡത്തിന് കർമ്മത്തിലായിരുന്നു ആർക്ക് ശ്രദ്ധ. ഈ പ്രാചീന പരിശോധന കർമ്മം ചെയ്യണതേ ഉള്ളൂ. അപ്പൊ ഇദ്ദേഹം അനവധി കർമ്മങ്ങൾ ചെയ്തുകൊണ്ടിരിക്കെ കർമ്മത്തിന്റെ തത്വത്തെക്കുറിച്ചോ അതിന്റെ ആത്യന്തികമായ ഫലത്തെക്കുറിച്ചോ ഒന്നും ഇവരിങ്ങനെ ആലോചിച്ചില്ല. ഒരു യത്നം ചെയ്യാൻ വേറെ യത്നം ചെയ്യും. അപ്പൊ ഒരിക്കലും നാരദൻ അദ്ദേഹത്തോട് പറഞ്ഞു. നാരദൻ എന്നൊക്കെ അറിയുന്ന ആളാണ്. നാരദൻ എപ്പോഴും ലോകം മുഴുവൻ സഞ്ചരിക്കുന്ന ആളാണ്. ആ നാരദൻ വന്നിട്ട് രാജാവിനോട് പറഞ്ഞു, രാജാവേ ഇങ്ങനെ യാഗം ചെയ്തിട്ട് വലിയ പ്രയോജനമൊന്നുമില്ല. തത്വജ്ഞാനം കൂടി ഉണ്ടാവണം. കർമ്മം ചെയ്യുന്നതിനു വേണ്ടിയാണ്, കർമ്മത്തെ മറികടക്കാൻ വേണ്ടിയാണ്. കർമ്മത്തിനെ ഒട്ടിപ്പോകാനല്ല. ഞാൻ കർമ്മം ലിപ്യതേ വീണ്ടും പറയുന്നുണ്ട്. ഈശാവാസ്യത്തിലെ കാണാം. കുറുവന്നെ വേഗ കർമാണി ജിജീവിഷേഷം സമാ. നിങ്ങൾ കർമ്മം ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യൂ, 100 കണക്കിന് കൊല്ലം കർമ്മം ചെയ്തുകൊണ്ട് ജീവിക്കൂ. കുറുവന്നെ വേഗ കർമാണി ചെയ്യാം ജിജീവിഷയിൽ. അങ്ങനെ ജീവിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ജിജീവിഷയിൽ സ്വതം സമാഹ 100 കൊല്ലം ജീവിക്കൂ. പക്ഷെ എന്ത് ചെയ്യരുത്, ഞാൻ കർമ്മം ലിപ്യതേ ധരേ, കർമ്മം ഒട്ടിപ്പോരുന്നേ എന്ന് പറയുന്നത്. ഞാൻ കർമ്മം ചെയ്തവനാണ്, അതിന്റെ ഫലം എനിക്കുണ്ടാവുന്നതൊക്കെ ഉള്ളതായ ഈ ചെറിയ ഒരു വലയത്തിലേക്ക് ഒട്ടിപ്പോരുന്നെന്ന് പറയാൻ. അതുകൊണ്ടാണ് ശങ്കരാചാര്യ പറയുന്നത് കർമ്മങ്ങളൊക്കെ എന്തെയാണ്, ചിത്തസ്യ ശുദ്ധയെ കർമ്മ എന്ന് പറയുന്നുണ്ട്. ചിത്തശുദ്ധിക്ക് വേണ്ടിയാണ് കർമ്മങ്ങളൊക്കെ. ഞാൻ വസ്തുബലദ്ധയെ. ഏതെങ്കിലും ലോകങ്ങൾ, അതായത് പരലോകം, സ്വർഗാദി ലോകങ്ങളോ പിതൃലോകമോ സൂര്യേന്ദ്രാദി ലോകങ്ങളോ നേടാൻ വേണ്ടിയിട്ടില്ല. കർമ്മത്തിന്റെ ആത്യന്തിക ഫലം എന്തായിരിക്കണം, ചിത്തസ്യ ശുദ്ധയെ കർമ്മ.
ചിത്തശുദ്ധി കർമ്മ ശാസ്ത്രീയമായും നിഷ്കാമമായും ആചരിച്ചു കഴിഞ്ഞാൽ ചിത്തശുദ്ധി ഉണ്ടാവും. വൈദ്യകർമ്മങ്ങൾ 3 ഫലമുണ്ടെന്ന് പറയും. അതായത് അത്യന്തം നിഷ്കൽമഷമായ മനസ്സോട് കൂടിയിട്ട്, അതായത് ഇന്നും എനിക്ക് കിട്ടണം, ഞാൻ എൻ്റെ ഭോക്താവണം എന്നൊക്കെ വിചാരമില്ലാതെ ശാസ്ത്രീയമായിട്ട് ചെയ്താൽ ചിത്തശുദ്ധി ഉണ്ടാവും. ചിത്തശുദ്ധി ദ്വാര ജ്ഞാനം ഉണ്ടാവും, ജ്ഞാനം കൊണ്ട് മോക്ഷം ഉണ്ടാവും. ഇതാണ് വേദാന്തിയുടെ സങ്കല്പം. ജ്ഞാനേനൈവതു കൈവല്യം, ജ്ഞാനം കൊണ്ട് മാത്രമേ മോക്ഷമുള്ളൂ. കർമ്മണ ബധ്യതേ ജന്തു ജ്ഞാനമാർഗ അഭിച്യതേ എന്ന് പറയുന്നുണ്ട്. ജ്ഞാനമാർഗം കൊണ്ടാണ് ജന്തു ചന്താർത്ഥം ജനശീലത്തോടു കൂടി. ഈ മലയാളിക്ക് ജന്തു എന്ന് കേട്ടാൽ എന്തോ ഒരു മോശമാക്കാതൊരു വിചാരം ഉണ്ടായി. നമ്മളിപ്പോൾ ജന്തുക്കളാന്ന് പറഞ്ഞാൽ എന്നെ കൊണ്ട് ജന്തു എന്ന് പറയുന്നത്, ഞാൻ 50,000 സാരി കൊടുക്കുന്ന ആളാണ്, സ്വല്പം ശമ്പളം വാങ്ങിയ ആളാണ്, എന്നെ കൊണ്ട് ജന്തു എന്ന് പറയുന്നതൊക്കെയാണ്. അങ്ങനെ തെറ്റിദ്ധാരണയാണ്. നമ്മളൊക്കെ ജന്തുക്കളാണ്. നമുക്ക് ജന്തു ചെറിയ ജീവിയും നമുക്ക് ചവിട്ടി ഇറക്കാനുള്ള നിസ്സാര ജീവികളാണെന്നൊക്കെ വിചാരമുണ്ട്. അങ്ങനെയല്ല. പ്രാണി എന്ന് പറഞ്ഞാൽ അത്രയേ ഉള്ളൂ. പ്രാണി എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രാണനുള്ളത് പ്രാണിയാണ്. നമുക്ക് ഒരു പ്രാണികളാണ്. പക്ഷെ നമുക്ക് പ്രാണി എന്ന് പറഞ്ഞാൽ എന്തോ കുഴപ്പറ്റോ ചെറിയ ജീവിയാണ് ഒരു ധാരണയാണ്. അങ്ങനെയില്ല. അതുകൊണ്ട് അവിടെ പറയുന്നത് എന്ത് ചെയ്യുന്നു? കർമ്മമാർഗം കൊണ്ട് ജന്തുക്കൾ എന്ത് ചെയ്തു? ബന്ധനത്തിലാവുന്നത്. കർമ്മണ ബദ്ധതേ ജന്തു ജ്ഞാനമാർഗ അഭിച്യതേ. ഇതൊക്കെ എന്തിനാ ആൾക്കാർ പറഞ്ഞാൽ ഇങ്ങനെ ഈ പ്രാചീന പ്രശ്നമുണ്ട്. ആനന്ദമൊന്ന് ഉപദേശിക്കുന്നുണ്ട്. അങ്ങനെ ഈ കർമ്മകാണ്ഡത്തിന് ലക്ഷം പറഞ്ഞു എപ്പോഴും കർമ്മം ചെയ്യാനുള്ളതല്ല. കർമ്മം അനിവാര്യമാണ്, അത്യാവശ്യമാണ്. അതിൻ്റെ ലക്ഷ്യം പ്രാപിക്കാൻ കഴിഞ്ഞാൽ പിന്നെ സ്വാഭാവികത കൊഴിഞ്ഞു പോകണം. അതിൽ തന്നെ അള്ളിപ്പിടിച്ചിരിക്കാനുള്ളതല്ല. അപ്പൊ അങ്ങനെ ചെയ്യുമ്പോൾ എന്ത് ചെയ്യുന്നു? ചിത്തശുദ്ധി ഉണ്ടാവും. അതുകൊണ്ടാ പറഞ്ഞത് കർമ്മത്തിന്റെ ആത്യന്തിക പ്രയോജനം ഇതാണ്. അതൊന്നും രാജാവ് ആലോചിച്ചില്ല. രാജാവ് ഒരു കർമ്മം ചെയ്തു, അത് യജ്ഞം ചെയ്യുന്നു എന്നുള്ളതിന് സ്വയം അഭിമാനിക്കുകയും അങ്ങനെ ഉണ്ടല്ലോ. ഇപ്പൊ തീർത്ഥാടനം ഒക്കെ നല്ല കാര്യമാണ്. പക്ഷെ ഞാൻ 50 പ്രാവശ്യം ജോലികൾക്ക് പോയിട്ടുണ്ട്, അല്ലെങ്കിൽ 18 പ്രാവശ്യം പോയിട്ടുണ്ട്, വൃന്ദാവനത്തിൽ പോയിട്ടുണ്ട്. അതൊക്കെ അഭിമാനം കൊണ്ടു. എന്നിട്ട് ഈ 50 പ്രാവശ്യം പോയിട്ട് എന്താ ഉണ്ടായെന്ന് വെച്ചാലോ 50 കൊല്ലം മുമ്പുള്ളതിനേക്കാൾ ബുദ്ധിയൊന്നും വികസിച്ചിട്ടില്ല, സംസ്കാരം വികസിച്ചിട്ടില്ല. പക്ഷെ പോയതൊക്കെ കഷ്ടപ്പാടുകളാണ്. എന്താണ്? ജീവിതക്ലേശം. ആരബ്ധം എന്ന് പറയുന്നതാണ്. കാശ് ചിലവായി, ശരീരത്തിന് ക്ഷീണം വന്നു, സമയം കളഞ്ഞു എന്നല്ലാതെ ലെവലേച്ച് ഒരടിയെങ്കിലും സാംസ്കാരികമായോ ധാർമ്മികമായോ മുന്നോട്ട് പോകാൻ സാധിക്കുന്നില്ലെങ്കിൽ ഇത് കഷ്ടല്ലേ? അതൊന്നും പലരും വിചാരിക്കാറില്ല. പോകുന്നതിൽ തന്നെ ഒരു അഭിമാനം കൊടുക്കും. എന്താ വിചാരിക്കുന്നത്? ഞാൻ എത്ര പ്രാവശ്യം പോയിട്ടില്ല ശബരിമലയ്ക്ക്, അതുകൊണ്ട് എന്താ കാര്യമൊക്കെ കിട്ടായത്? ഒന്നും ഉണ്ടായില്ല. ഈ അഭിമാനം പുറത്ത് തന്നെ കാണിക്കുന്ന ആൾക്ക് വേണ്ടത് വളർച്ചയുണ്ടായില്ല. എന്നോടാ പറയുന്നത് ഞാൻ ഇന്നത്ര കണ്ടതാണ്. അങ്ങനെ ഒരു അഭിമാനമാണ്. ഇതൊക്കെ അഭിമാനം തോന്നിയൊരു ബന്ധനമാണ്. വേദാന്ത ദൃഷ്ടിയിൽ അഭിമാനം എന്ന് പറഞ്ഞാൽ അത്ര നല്ല കാര്യമല്ല. ലൗകിക ജീവിതത്തിൽ നമ്മൾ പറയാമോ അഭിമാനമൊക്കെ വേണ്ടതെന്ന് പറയും. പക്ഷെ അങ്ങനെയല്ല വേദാന്തി. അതൊരു അഭിമാനം പോലും ഒരു പ്രാരബ്ധാണ് വാസ്തവത്തിലെ. അതുകൊണ്ടാണ് ജലതിക്കൊക്കെ യോഗ്യന്മാരൊക്കെ വർണ്ണിക്കുമ്പോൾ അഭിമാനശൂന്യ വർണ്ണിക്കുന്നത്. അഭിമാനശൂന്യനായിരുന്നു ഞാൻ എൻ്റെത് എന്നുള്ള ശരീരാഭിമാനങ്ങളൊക്കെ വിടിഞ്ഞു. ഇതൊക്കെ എന്തിനാ പറഞ്ഞത്? അപ്പൊ കർമ്മങ്ങളിൽ വല്ലാണ്ട് ഭ്രമിക്കരുത്. കർമ്മമൊക്കെ ചെയ്യാം, പക്ഷെ കർമ്മത്തിൽ അഭിനവിച്ച് കർമ്മഠൻ ആയിത്തീരും. കർമ്മഠൻ എന്ന് പറയുന്ന ആളാണ്. അവർ കർമ്മയോഗ്യരല്ല, കർമ്മഠന്മാരാണ്. ഒരു കർമ്മം ചെയ്യുന്നു, അതിന് തത്വത്തെ പറ്റിയൊരു ആലോചനയില്ല. പൂർവികന്മാരിങ്ങനെ പറഞ്ഞിട്ടുണ്ട്, അത് പഴയ ആൾക്കാരെ ചെയ്തിട്ടുണ്ട്, അവർ നമ്മൾ ചെയ്യുന്നതാണ്. എന്തിനാന്നുള്ള ചിന്തയെ അവർക്കില്ലാന്നർത്ഥം. ഇങ്ങനെ ചിന്തിക്കാതെ ആലോചന കൂടാതെ കർമ്മം ചെയ്യുന്നതുകൊണ്ട് നേരത്തെ വന്നതായ സദ്ഫലങ്ങളൊന്നും ഉണ്ടാവണമെന്നില്ല. അതുകൊണ്ടാണ് അപ്പൊ യഥാർത്ഥമായ കർമ്മത്തിന്റെ ഫലം എന്താണ്? നിഷ്കന്മഠനായി, അതായത് നിഷ്കാമനായിട്ട് ശാസ്ത്രീയമായിട്ട് കർമ്മം ചെയ്താൽ ചിത്തശുദ്ധി. ഇനി കാമത്തോടുകൂടി കർമ്മം അനുഷ്ഠിച്ചാലോ ഏത് കാമത്തിന് വേണ്ടി ചെയ്തു ആ കാമം സാധിക്കും. ശാസ്ത്രീയമായിരിക്കണം, ശ്രദ്ധ ഉണ്ടാവണം. ശ്രദ്ധാഭക്തിയോട് കൂടിയിട്ട് സകാമനായിട്ടും കർമ്മങ്ങൾ അനുഷ്ഠിക്കാം. അപ്പൊ ഏത് കാമത്തിന് വേണ്ടി ചെയ്തുവോ അത് സാധിക്കും. ഇപ്പൊ പുത്രകാമേഷ്ടി എന്നുള്ളതല്ല, പുത്രനെ കാണിച്ചുകൊണ്ട് ചെയ്യുന്ന ഇഷ്ടിച്ച യാഗം തന്നെ. ഈ യാഗത്തിന് വേണ്ടി ഉപയോഗിക്കുന്നുണ്ട്. ആ ഇഷ്ടിയാന്ന് പേരുണ്ടായിരുന്നു. ഇഷ്ടികമായിട്ടില്ല, വെറുതെ യോഗ്യന്മാരൊക്കെയാണ് പറഞ്ഞിട്ടുണ്ട്. ഇഷ്ടി എന്ന് പറയുന്ന വാക്കവിടെ ഉണ്ട്. ഇഷ്ടിക്ക് വേണ്ടി ഉപയോഗിക്കുന്നതാണ് ഇഷ്ടിക. അപ്പൊ അങ്ങനെ ചെയ്യാം. ഇനി കാമം ധാരാളം ഉണ്ടായാലും ശാസ്ത്രീയതയിലെ ശ്രദ്ധയില്ലെങ്കിലോ നാശം തന്നെ ഉണ്ടാവും. നമ്മൾ ശ്രദ്ധിക്കണം. വേദത്തിൽ പറഞ്ഞിട്ടുള്ളതാണ് കേവന്മാർ ചെയ്തിട്ടുകൊണ്ട് കാര്യമില്ല. അങ്ങനെ ശ്രദ്ധയില്ല, അതിന് വേണ്ടത്ര വിശ്വാസമില്ല, കാമകലശമാണ്. അങ്ങനെ ചെയ്താൽ ചിലപ്പോൾ അധപ്പതനുണ്ടാവും. അതുകൂടി ഉണ്ടാവാൻ സാധനം, അതുകൂടി ശ്രദ്ധിക്കണം. അതുകൊണ്ടാണ് യാഗത്തിൽ നിന്നൊക്കെ ഉണ്ടായി എന്നൊക്കെ പറഞ്ഞ ആളുകൾ ചിലപ്പം അപകടക്കാരായി തീർന്നിട്ടുണ്ട്.
അങ്ങനത്തെ കഥകൾ ധാരാളമുണ്ട്. ഇദ്ദേഹത്തിൻ്റെ ഈ പൃഥ്വിചക്രവർത്തിയിലെ മുത്തച്ഛനായ അങ്കൻ തന്നെ, വേദനയാണ് അദ്ദേഹത്തിന് അച്ഛൻ. അംഗരാജാവ് യാഗം ചെയ്തപ്പോൾ ദേവന്മാർക്ക് സ്വീകരിച്ചില്ല എന്നൊക്കെ പറയുന്ന ഒരു ഭാഗമുണ്ട് ഭാഗവതം. അപ്പൊ ഇരിക്കട്ടെ. അപ്പോൾ കർമ്മങ്ങളുടെ ഫലം എങ്ങനെയാണ്? അത് നിഷ്കാമമായിട്ട് ശാസ്ത്രീയമായി ശ്രദ്ധയോടുകൂടി ചെയ്താൽ ചിത്തശുദ്ധി ഉണ്ടാവും. മറിച്ച് നിഷ്കാമമായി ശ്രദ്ധയോടുകൂടി സകാമനായി ചെയ്താൽ കാമം സാധിക്കും. ഇത് കാമം ഉണ്ടായാലും മനഃശുദ്ധിയൊന്നും ഇല്ലാണ്ട് ചെയ്താലോ അതപ്പതിനുണ്ടാവും. ഭഗവത്ഗീതയിൽ പറയുന്നുണ്ട് നിഷ്കാമകർമ്മ അനുഷ്ഠിക്കാനായിട്ട്. ചിന്തകൻ പറഞ്ഞ പോലെ നമുക്ക് നിഷ്കാമകർമ്മല്ല, നിഷ്കർമ്മ കാമം ആണുള്ളത്. നമ്മൾ കർമ്മം ചെയ്യില്ല, പക്ഷെ കാമം ധാരാളം പേര് അത് കിട്ടണം, ഇത് കിട്ടണം, സ്വർഗാതിരോ കിട്ടണം, ഇങ്ങനെ പലതുണ്ട്. കാമം വർദ്ധിക്കുകയും ചെയ്തു, പക്ഷെ കർമ്മം വളരെ കുറയുകയും ചെയ്തു. കർമ്മം ചെയ്യാൻ വേണ്ടിയിട്ടുണ്ട്. അപ്പൊ ഈ രാജാവിന് ഇദ്ദേഹത്തിന് ഒരുതരം ഭ്രമാത്മകമായിരിക്കുന്ന യാഗ ത്വരയെ, ഒരു യാഗം കഴിഞ്ഞു നാരദ ഇദ്ദേഹത്തെ ഉപദേശിക്കാൻ വേണ്ടി പരമാവധി പോയി. അപ്പോഴൊന്നും രാജാവിന് സമയമുണ്ട്, ഇത് കേൾക്കാൻ സമയമുണ്ടേ. രാജാവ് പറഞ്ഞപ്പോൾ ഇത് തിരക്കിലാണ്, യജ്ഞമാണോ, എന്നാൽ കുറച്ച് സുഖമായിട്ട് വരാം പറയാണ്. ഇതൊന്നും ഭാഗവത്തിൽ അങ്ങനെ പറഞ്ഞില്ല കേട്ടോ, ശേഷത്തിന് പറയാം. കുറേശ്ശെ കഴിഞ്ഞ് ആരെ വന്നപ്പോൾ വേറൊരു യാഗം തുടങ്ങിയിരുന്നു. അപ്പം ഇത് കഴിഞ്ഞോട്ടെ, അത് കഴിഞ്ഞ് പോയാലോ പിന്നെ തുടങ്ങും വേറൊരു യാഗം. ഇതിൻ്റെ അവസാനം ഉണ്ടോ? ഇങ്ങനെ യാഗത്തില് തന്നെ കുടുങ്ങിയ രാജാവിനോട് ഒരിക്കലേ നാരദൻ പറഞ്ഞു, ഇതാ രാജാവെ, എന്നെ തൊട്ടിട്ട് അങ്ങ് തെക്ക് ഭാഗത്തേക്ക് നോക്കൂ, അങ്ങ് ഇത്രയും കാലം ചെയ്ത യാഗത്തിന്റെ ഫലം എന്താ ഞാൻ കാണിച്ചു തരാം. അങ്ങനെ നാരദന്റെ ശരീരത്തെ സ്പർശിച്ചിട്ട് ഈ പ്രാചീന ബർഹിസ് തെക്ക് ഭാഗത്തേക്ക് നോക്കി. തെക്കാണല്ലോ, പരലോകം എന്നാണല്ലോ സംഘം. നോക്കിയപ്പോൾ എന്താ കണ്ടത്? വലിയ കൂറ്റൻ കാളകൾ കണ്ണൊക്കെ വിളിച്ച് ഇരുമ്പിന്റെ ഘട്ടങ്ങൾ പോലുള്ള കൊമ്പുകളോട് കൂടിയിട്ട് നിരനിരയായി നിൽക്കുന്നതാണ്. വലിയ ഭയം, ഇതെന്തായി കാണുന്നതെന്ന് ചോദിച്ചു. അപ്പൊ നാരദ പറഞ്ഞു, അങ്ങ് ചെയ്ത യാഗത്തിന്റെ ഫലമായിരുന്നു. അങ്ങേ ഈ മരിച്ചിട്ട് ശരീരം എന്തായാലും ഉപേക്ഷിക്കേണ്ടി വരുമല്ലോ, ജീവൻ അങ്ങനെ കുത്തി പറിക്കാൻ വേണ്ടി കാത്തിരിക്കുക ഈ കാളകളൊക്കെ. എന്നാൽ രകമായില്ല യാഗം ചെയ്തതിന്റെ ഫലം. ഇത്ര കാശ് ചെലവാക്കി ആയുസ് പറഞ്ഞ് യാഗം ചെയ്തിട്ട് ഇപ്പം എന്താ ഫലം? കാളേന്റെ കുത്തുകൊള്ളുക, യാഗഫലത്തെ കഷ്ടല്ലേ ഇതാ ഉണ്ടായി തരുന്നത്. ഇതുകൊണ്ടും എന്താണ്, കഥയില്ലാതെ ചെയ്തിട്ടാണ്. അതുകൊണ്ട് അങ്ങനെ കുറച്ചെങ്കിലും ജ്ഞാനം ഉണ്ടാവട്ടെ എന്ന് പറഞ്ഞിട്ടാണ് പുരഞ്ജനോപാഖ്യാനം പറഞ്ഞൊരു കഥ പറയാൻ പോവാൻ. അതാണ് ഈ 25 പേർക്കുള്ളത്. 25 പേർക്ക് 29 അധ്യായങ്ങളാണ്. അതിന് മുന്നോടിയായിട്ടാണ് ഇക്കാര്യം പറഞ്ഞത്. അത് പറഞ്ഞെന്താ, താനിങ്ങനെ യാഗങ്ങളിൽ ഭ്രമിച്ച് വശമായിട്ട് ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഇതാലും പ്രാചീന പരിസ്ഥിതിന് തോന്നി തൻ്റെ മക്കൾ ഇങ്ങനെ ആയിക്കൊണ്ട് അവരുടെ മക്കളോട് പറഞ്ഞു, പ്രദേശത്തുണ്ട് 10 ആളിലാണ്, 10 ആൾക്കും എങ്ങനെ അവരെ വിളിക്കാമെന്ന് ഭാഗവത് പറഞ്ഞില്ല. 1, 2 നമ്പർ കണ്ടായിരിക്കും, എങ്ങനെ അറിയാം 10 ആൾക്കും ഒരേ പേരാണ്. അവരുടെ വീര്യം കൊണ്ടാണ് ഗർഭാധാനം ചെയ്തത്. ശരീരം സാധാരണ സ്ത്രീപുരുഷ ബന്ധത്തിലൂടെ എല്ലാവർക്കും മക്കളുണ്ടായെന്നൊക്കെ പറയുന്നുണ്ട്. എന്തായാലും അവരോട് പറഞ്ഞു, നിങ്ങൾ ഭഗവാനെ ആരാധിക്കാൻ വേണ്ടി പോകണം. അതും എന്തിനാ പറഞ്ഞത്? അതുകൊണ്ട് പ്രജാവൃദ്ധി ഉണ്ടാവും. വെറുതെ മോക്ഷം പ്രാപിക്കാൻ വേണ്ടിയിട്ടല്ല, പ്രജാവൃദ്ധിക്ക് വേണ്ടി വംശത്തിന്റെ പാരമ്പര്യം നിലനിർത്താൻ വേണ്ടിയിട്ടും വിവാഹകരികളും സന്തതികൾ ഉണ്ടാവണം, പരമ്പര ഉണ്ടാവണം. അതിനുവേണ്ടി നിങ്ങൾ ഭഗവാന്റെ അനുഗ്രഹത്തിന് വേണ്ടിയിട്ട് തപസ് ചെയ്യാൻ പോകണം. ഇത് ഭാഗവത്തിലെ ആശയമാണ്. അതായത് ദാമ്പത്യത്തിനും എപ്പോഴും തപസ് വേണം. അത് പലതിക്കലും കാണാം. ബ്രഹ്മാവ് രുദ്രന്മാരോട് പറഞ്ഞതാണ്, ഏകാശരുദ്രന്മാരോട് പറഞ്ഞു, നിങ്ങൾ എന്നെ സൃഷ്ടിയെ സഹായിക്കണം. തൃതീയത്തിൽ കാണാം. അപ്പൊ അവരെന്ത് ചെയ്തു? അങ്ങനെ ചെയ്യാന്ന് പറഞ്ഞു. 11 രുദ്രാണിമാരെ ബ്രഹ്മാവ് കൽപ്പിച്ചു കൊടുത്തു. അവർ രുദ്രാണിമാരിലൂടെ സന്തതികളുണ്ടായി. പക്ഷെ ഭീകരന്മാരെ സൃഷ്ടിച്ചെന്ന് പറയുന്നുണ്ട്. രുദ്രാണാം രുദ്രസൃഷ്ടാനാം എന്നൊക്കെ കാണാം തൃതീയത്തിൽ. അപ്പൊ അതിഭീകരന്മാരായിരിക്കുന്ന ആളുടെയാണ് ഈ രുദ്രന്മാർ സൃഷ്ടിച്ചത്. അവരെന്ത് ചെയ്തു? വായു വളർന്നുകൊണ്ട് മുത്തച്ഛാദം പറഞ്ഞിട്ട് ബ്രഹ്മാവിന്റെ ഏർപ്പെടുക. ബ്രഹ്മാവിനെ പേടിച്ചു. ഈശ്വരൻ എന്നെ തന്നെ പിടിച്ച് ഒഴുകിക്കളയാൻ തോന്നിയാൽ ഇവരെ കൊണ്ട് ലോകം നശിച്ചു പോകുന്നു. ബ്രഹ്മാവ് പേടിച്ചു. എന്തിനേ പറഞ്ഞിട്ട് ഈ തത്വം പറയാം. അപ്പൊ അവിടെ ബ്രഹ്മ എന്താ പറഞ്ഞാറ്? മക്കളോട് പറഞ്ഞു, അലം പ്രജാഭി, മക്കളെ നിങ്ങൾ കേൾപ്പിച്ചു വന്നത് കേട്ടായിരുന്നു. ഇങ്ങനത്തെ മക്കളെ സൃഷ്ടിച്ചാൽ പിന്നെ ഈ ലോകം ബാക്കിയുണ്ടാവില്ല. ഈ പ്രജാസൃഷ്ടി വേണമെന്ന് പറയുന്നത് എന്തിനാണ്? നാളെ ലോകം നിലനിൽക്കാൻ വേണ്ടിയിട്ടാണ്. നിങ്ങൾ ഇങ്ങനത്തെ ഭീകരരൂപികളായ സന്താനങ്ങളെ സൃഷ്ടിച്ചു വിട്ടാൽ ലോകം തന്നെ ഇല്ലാണ്ടായി. അതുകൊണ്ട് അനന്ത മതി. കാരണം നിങ്ങൾക്ക് എന്താ പറ്റിയെന്നറിയോ? നിങ്ങൾക്ക് തപസ്സുണ്ടായില്ല. തപസ്സിൽ നിന്നാണ് സൃഷ്ടി ഉണ്ടാവേണ്ടതെന്നാണ് ബ്രഹ്മാവ് മക്കളോട് പറഞ്ഞത്. കാരണം ബ്രഹ്മാവ് എന്ത് ചെയ്തിട്ടുണ്ട്? ആയിരക്കണക്കിന് ദിവ്യവർഷങ്ങൾ തപസ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ആ സൃഷ്ടിക്കാൻ പുറപ്പെട്ടതേ. അതൊന്നും ദ്വിതീയത്തിൽ കാണാം. ബ്രഹ്മാവ് താമരത്തിലുണ്ടായി. അപ്പോൾ ബ്രഹ്മാവ് തൻ്റെ ആസ്ഥാനം കൂടിയാന്ന് ആലോചിച്ചു. ചെറിയ വണ്ടായിട്ട് ഈ താമര തണ്ടിലൂടെ താഴേക്ക് പോയി എന്നൊക്കെ പറയുന്നുണ്ടല്ലോ. ഇവിടെ ഒന്നും കണ്ടില്ല. അപ്പോഴാണ് അദ്ദേഹം എന്ത് കേട്ടത്?
ഷോഡശമേകവിംശം അതെ 16ാമത്തെ 21ാമത്തെ അക്ഷരം കേട്ടു എന്നാണ് അവിടെ പറഞ്ഞത്. 16ാമത്തെ അക്ഷരം താന്നാണ്. ഇന്നിപ്പം 16 17 പറഞ്ഞാൽ മനസ്സിലാക്കാൻ വിഷമം. കാരണം അക്ഷരമാനങ്ങൾ ക്രമത്തിൽ പഠിപ്പിക്കുന്നില്ല. ഒന്നും ആവശ്യമില്ല എന്നാണ് പുതിയ പണ്ഡിതന്മാരുടെ അഭിപ്രായം. അക്ഷരം പഠിക്കേണ്ട ആവശ്യമില്ല. പണ്ടങ്ങനല്ല. അപ്പൊ വ്യഞ്ജനാക്ഷരങ്ങളിൽ കാഖ ഗഘ ചാച്ച ജാന കാഠാഡാണ് ഞാൻ താഥാതാണ്. അപ്പൊ താന്നുള്ള 16ാമത്തെ അക്ഷരം. അപ്പൊ അതുകൊണ്ട് എന്തിനാ ഇങ്ങനെ വിചിത്രമായിട്ട് പറഞ്ഞതെന്ന് ചോദിച്ചാൽ തപസ് എന്നുള്ള ആശയം പോലും പിന്നെ ഉണ്ടാവുകയാണ്. അക്ഷരം കേട്ടു എന്ന് പറയാണ്. അപാ തപാന്നിങ്ങനെ കേട്ടു. തപസ് ചെയ്തു തപസ് ചെയ്തു. അപ്പോഴാണ് ബ്രഹ്മാവതി 1000 ദിവ്യവർഷം തപസ് ചെയ്തു. ആ തപസ്സിന്റെ ഫലമായിട്ട് ഭഗവാൻ തന്റെ ലോകം ബ്രഹ്മാവിന് കാണിച്ചു കൊടുത്തു. ബ്രഹ്മാവിന് സൃഷ്ടിക്കുള്ള ഉപദേശം കൊടുത്തു എന്നിട്ട് പറഞ്ഞു അങ്ങനെ ഭയപ്പെടണ്ട എന്ന് വിചാരിച്ച് സൃഷ്ടി ചെയ്തോളൂ. ബ്രഹ്മാവിന് സൃഷ്ടിക്കാൻ മടിയുണ്ടായിരുന്നു. ബ്രഹ്മാവ് പറയുന്നുണ്ട് സൃഷ്ടിച്ചു കഴിഞ്ഞാൽ ഈ സൃഷ്ടികൾ എന്ത് ചെയ്യും? നമ്മളെ കുറ്റം പറയും. എല്ലാ ലോകത്തും അങ്ങനെയാണ്. മക്കൾ കുറെ വലുതായി കഴിഞ്ഞാൽ പറയും അച്ഛന്മാർക്ക് വിവരമില്ല എന്ന് പറയുന്നത്. ആ ലോകത്തിന്റെ സ്ഥിതി. ഇനി അഥവാ അല്ലെങ്കിൽ അവരെന്ത് പറയുന്നു? ആര് പറഞ്ഞു ഞങ്ങളെ സൃഷ്ടിക്കാൻ? ഞങ്ങൾ പറഞ്ഞോ? അതുകൊണ്ട് നിങ്ങൾക്ക് ഞങ്ങൾക്ക് യാതൊരു ബാധ്യതയില്ല എന്ന് പറയും. അപ്പൊ ഇതിന് എന്ന് മാത്രമല്ല, സൃഷ്ടികൾക്ക് ഏത് ജീവിയായാലും ഏത് യോനിയിൽപ്പെട്ടാലും ദേവയോനികളിലായാലും പശുയോനിയിലായാലും പക്ഷിയോനിയിലായാലും ജനിച്ചു കഴിഞ്ഞാൽ ശരീരധാരികളായ ആൾക്കൊക്കെ ക്ലേശമുണ്ട്. ക്ലേശം ഉണ്ടാകുമ്പോൾ ഒക്കെ അവരെന്ത് ചെയ്യും? ഞങ്ങളെ സൃഷ്ടിച്ചിട്ടുണ്ട്, ഞങ്ങൾക്ക് ഈ വിഷമം ഉണ്ടായത് പരാതി പറയും. ലോകത്തിന്റെ സ്വഭാവമാണ്. അതുകൊണ്ട് അവരമ്മ സൃഷ്ടിക്കാൻ പഠിച്ചതേ. നാരായണീയത്തിന് ഭട്ടര് വന്നതേ കഷ്ടാതേ സൃഷ്ടി ജ്യേഷ്ഠ ആദ്യഭാഗത്താണ്. അല്ലെ ഭഗവാനെ അങ്ങനെയാണ് സൃഷ്ടി വളരെ മോശമായി പോയിന്ന് ആദ്യം വിചാരിച്ചു. ഇപ്പൊ അങ്ങനെ വിചാരിക്കുന്നില്ല എന്നാണ് എന്നെ പറഞ്ഞത്. ഇത്യേവം പൂർവമാലോചിതമജ. ഇങ്ങനെയൊക്കെ ഞാൻ അല്ലയോ ഭഗവാനെ പണ്ട് വിചാരിച്ചത്, പക്ഷെ ഇപ്പൊ ഞാൻ വിചാരിക്കുന്നില്ല എന്നാണ്. എന്തുകൊണ്ടാണ് വിചാരിക്കാത്തത്? ശരീരം കിട്ടിയുള്ളല്ലേ അങ്ങയെ സ്തുതിക്കാനും അങ്ങയുടെ ലോകമോഹനമായ രൂപം കാണാനും അതിനെ വന്ദിക്കാനൊക്കെ സാധിച്ചതുകൊണ്ടല്ലേ. അത് മോശമൊന്നുമില്ല എന്നാ ഇപ്പൊ പറഞ്ഞു. ആദ്യം വിചാരിച്ചതാണ് കഷ്ടാതെ സൃഷ്ടി ജ്യേഷ്ഠ എന്ന് പറയുന്നത്. അതുകൊണ്ട് സൃഷ്ടിക്കുക എന്ന് പറഞ്ഞ ക്ലേശമാണ്. കൊണ്ട് എന്നെ ഇതിൽ നിന്ന് ഒഴിവാക്കി തരണമെന്നാണ് ബ്രഹ്മാവ് പറഞ്ഞിരുന്നത്. പക്ഷെ ഭഗവാൻ പറഞ്ഞു അങ്ങനെ വിചാരിക്കേണ്ട ആവശ്യമില്ല. എന്ത് മനസ്സിലാക്കിയാൽ മതി? അതാണ് ചതുശ്ലോകി ഭാഗത്ത് പറഞ്ഞത്. ലോകം മുഴുവൻ ഞാൻ തന്നെയാണുള്ളത്. ഇത് നന്നായിട്ട് ഉറപ്പിച്ചുകൊണ്ട് സൃഷ്ടി പ്രക്രിയയിൽ ഏർപ്പെടുക. അങ്ങേക്ക് എന്തുണ്ടാവില്ല? ഒരു കാലത്ത് ബന്ധനുണ്ടാവില്ല. കൽപ്പവികൽപ്പേഷു ഇത്ര കൽപ്പം കഴിഞ്ഞാൽ അങ്ങേക്ക് ഒരു ബാധ ഉണ്ടാവില്ല. ഇപ്പൊ എന്തിനാ ഇപ്പൊ പറിച്ച് ഓർമ്മിക്കണേ? അപ്പൊ തപസ്സിന്റെ ഫലമായിട്ടാണ് സൃഷ്ടി ഉണ്ടാവേണ്ടതെന്ന് പറയാനാണ്. ദക്ഷിണ നോക്കിയതിന് ദക്ഷന്റെ കഥ ഷഷ്ഠസ്കന്ധത്തിൽ കാണാം. ഷഷ്ഠസ്കന്ധത്തിൽ ഈ പ്രജാദശയുടെ മകനായിട്ട് ദക്ഷനുണ്ടായി. ദക്ഷൻ എന്തായിരുന്നത്? വംശവൃദ്ധിക്ക് വേണ്ടി ആദ്യം ചെയ്ത തപസ്സാണ്. നമപരസ്മൈ വിരുഷായ വേദസേ സ്തുതിക്കുന്നതാണ്. അങ്ങനെ എന്താ പറയുന്നത്? ഭഗവാന്റെ അനുഗ്രഹത്തോടു കൂടി തപസ്സിന്റെ ഫലമായിട്ടാണ് സൃഷ്ടി ഉണ്ടാവേണ്ടത്. എന്നിട്ട് പറയുന്നത് തിങ്ക് ബിഫോർ യു ആക്ട്. നിങ്ങൾ എന്തോ ചെയ്യുന്നതിന് മുമ്പേ ആലോചിക്കേണ്ടെന്ന്. ഇതൊക്കെ പറഞ്ഞതിലാണ്. അതിനാണ് പ്രജാദശയോട് തപസ് ചെയ്യാൻ പറഞ്ഞത്. അതായത് വംശവൃദ്ധി ഉണ്ടാവണമെന്നായിരുന്നു പ്രധാന ഉദ്ദേശമെങ്കിൽ കല്യാണം കഴിക്കാൻ പറയാതില്ലാണ്ട് തപസ് ചെയ്യാൻ പറയാം. പോരെങ്കിലും നമുക്കിന്ന് കല്യാണം തപസ് എന്ന് പറയുന്നത് പരസ്പര വിരുദ്ധമായ സംഗതിയായിട്ടാവുന്നത്. വിവാഹം കഴിക്കാൻ പോലെയാണ് എന്താ ചെയ്യേണ്ടത്? വിവാഹത്തിന്റെ ബ്രോക്കർമാരെ കാണാൻ അങ്ങനെ അഡീഷൻ നോക്കാൻ പോരെങ്കിലും അതാണ് നമ്മൾ ചെയ്യാം. മറ്റേ വീട്ടിൽ തരുന്നതല്ലേ ഭഗവാൻ പ്രാവശ്യം എന്താ വേണ്ടത്? പക്ഷെ അവരോട് പറഞ്ഞു നിങ്ങള് ഭഗവാൻ അനുഗ്രഹിക്കുക സൃഷ്ടിപ്പെട്ട പോലെ ആവുള്ളൂ. അങ്ങനെ അത് മംഗളകരമായ പര്യവസാനിക്കുള്ളൂ. അതുകൊണ്ട് നിങ്ങള് തപസ് ചെയ്യാൻ പോകും. ഈ പ്രദേശങ്ങൾ ഒരേ മനസ്സുള്ള ആളാണ്. 10 പേര് കൂടി എന്ത് ചെയ്തു? പടിഞ്ഞാറോട്ടാണ്. പടിഞ്ഞാറ് ഭാഗത്താണ് സമുദ്രം. അതിൻ്റെ അടുത്തുള്ളതായ ഒരു സരസിൽ, നാരായണ സരസ് എന്ന് പിന്നീട് അതിന് പറയും. അവിടെ 1000 കൊല്ലം തപസ് ചെയ്യുന്നുണ്ട്. അതൊക്കെ ആരും തപസ് ചെയ്യുന്നില്ല, തപസ് ചെയ്യാൻ പോവാണ്. ആ പോകുന്ന വഴിക്കാണ് എന്ത് ചെയ്യുന്നത്? സാക്ഷാ ശ്രീപരമേശ്വരൻ അവർ നടന്നുകൊണ്ടിരിക്കുക. ഒരു സരസ് ഉണ്ടെന്ന് പറഞ്ഞാൽ ആ സരസിൽ നിന്ന് അതിമനോഹരമായിരിക്കുന്ന വാദ്യഘോഷങ്ങളെ കേട്ടു, സംഗീതം ആലപിക്കുന്നത് കേട്ടു. അതിൽ നിന്ന് സാക്ഷാ ശ്രീരുദ്രൻ ശ്രീപരമേശ്വരൻ മുങ്ങി വന്നു. അവർ അദ്ദേഹത്തെ പ്രണമിക്കുകയൊക്കെ ചെയ്തു. അദ്ദേഹം അവരനുഗ്രഹിച്ചു. എന്നിട്ട് പറഞ്ഞു, അദ്ദേഹം പ്രജാദശന്റെ മക്കളെ നിങ്ങൾ വേദിഷിതപുത്ര നിങ്ങൾ ആ ഈജനസിന്റെ മക്കളാണല്ലോ. നിങ്ങളെ കണ്ടെനിക്ക് സന്തോഷമായി. നിങ്ങൾ ചികീർഷിതം, നിങ്ങളുടെ ചികീർഷിതം. ചികീർഷ എന്ന് പറഞ്ഞാൽ കർത്തും ഇച്ഛാ ചികീർഷ, ചെയ്യാനുള്ള ആഗ്രഹത്തിനാണ് ചികിത്സ. അങ്ങനെ നമുക്ക് ധാരാളമുണ്ട്. പഠിക്കാനായാലും പിപഠിഷു എന്ന് പറയും, ഭക്ഷണം കഴിക്കാനുള്ള ബുഭുക്ഷു, ഇങ്ങനെ ഓരോരോ തരത്തിൽ പറയും. ചികിത്സ ചെയ്യാനുള്ളത് അത് നോക്കാണ് യഥാർത്ഥത്തിൽ ഈ രുദ്രഗീതത്തിലെ പ്രാരംഭം. ഇത്രയും പറഞ്ഞതെന്ന് വെച്ചാൽ അർത്ഥസ്കന്ധത്തില് ധ്രുവചരിതം കേട്ട് കഴിഞ്ഞപ്പോൾ ധ്രുവന്റെ പാരമ്പര്യം വർണ്ണിക്കാൻ വേണ്ടി, പാരമ്പര്യം വർണ്ണിക്കായിരുന്നില്ല പ്രധാന ഉദ്ദേശം. എന്താണ്? പ്രേതശികൾ ആരാൻ ചോദിച്ചുകൊണ്ടാണ്.
അപ്പൊ പ്രദേതസ്ഥനിലേക്ക് എത്താൻ കുറേ കാലം കഴിഞ്ഞു. പക്ഷെ അതിനിടയ്ക്കുള്ളതായ അംഗരാജാവിന്റെയും വേനന്റെയും പൃഥ്വിന്റെ ഒക്കെ കഥ പറയാനായിട്ടാണ് മൈത്രേയൻ എന്ത് ചെയ്തത്? നേരിട്ട് പിൻ പോയിന്റായ ഉത്തരം പറയുന്നതിന് പകരം അവിടെ വംശചരിത്രമൊക്കെ പറഞ്ഞു വരിക. ഇപ്പൊ പ്രദേതസ്ഥനിലെത്തി. ഈ പ്രദേതസ്ഥയുടെ തപസ്, ഈ പ്രദേതസ്ഥയുടെ പുത്രനായിട്ടാണ്, ആ വംശത്തിലാണ് ഞാൻ പറഞ്ഞത് വാൽമീകി പറയുന്നുണ്ട്. രഘുവംശത്തിലും കാണാം, വാൽമീകി രാമായണത്തിൽ കാണാം. നമ്മളിപ്പോൾ കാട്ടാളനൊക്കെ വളരെ പ്രസിദ്ധമായ കഥയുണ്ടെങ്കിൽ വാൽമീകി രാമായണത്തിൽ തന്നെ കാണില്ല. കാട്ടാളനായിരുന്നു കഥയേ ഇല്ല. അധ്യാത്മരാമായണക്കാരനൊക്കെ ഉണ്ടാക്കിയാണ്. അവിടെ പറഞ്ഞ ഞാൻ പ്രദേതസ്ഥയുടെ പരമ്പരയിൽപ്പെട്ടവനാണ്. എൻ്റെ രാമ, ഞാൻ ഒരിക്കലും കളവ് പറയാത്തവനാണ്. എൻ്റെ തപസ്സിൻ്റെ ശക്തി മുഴുവൻ ഞാൻ ഉപേക്ഷിച്ചേക്കാം, ഈ സീത നിർദോഷിയാണെന്ന് ഞാൻ പറയുന്നു. അവിടെ കാണാം പ്രദേതസ്ഥയുടെ പുസ്തകം, പ്രദേതസ്ഥയുടെ പരമ്പരയിൽപ്പെട്ടവനാണ് വാൽമീകി പറയുന്നത്. കൂട്ടത്തിൽ പറഞ്ഞു. ഏതായാലും ഇനി നമുക്ക് ഇവിടെ ഇപ്പോൾ ഒന്ന് എന്നുള്ള എന്നാണ് തുടങ്ങിയത്. പക്ഷെ ഈ ഒന്ന് നമ്മൾ പറയുന്നത് യഥാർത്ഥത്തിൽ ഈ ഇതെന്താ ആത്മവിദ്യസ്തു 4ാമത്തെ ശ്ലോകമായിട്ട് കൊടുത്തതാണ് യഥാർത്ഥ രുദ്രയുടെ തുടക്കം. അത് മൂലഗ്രന്ഥത്തിലെ 33ാമത്തെ ശ്ലോകമാണ്. അപ്പൊ 32, 31, 30, 29, 28ാമത്തെ ശ്ലോകമായിട്ടാണ് ഗ്രന്ഥത്തിൽ വരിക. അല്ല, ഇവിടെ പ്രസക്തമല്ല, പറഞ്ഞു നമുക്ക് അതിനനുസരിച്ച് പറയാം. 1ാമത്തെ ശ്ലോകത്തിൽ എന്താണ്? യൂയം വേദിഷിത പുന്ത്രാവിദിതം വച്ചീർഷിതം അനുഗ്രഹാര ഭദ്രം വായേവം മേധശരംഗം. സുഖത്ത് എല്ലാവരുണ്ടോ? അങ്ങനെയാണ് എല്ലാവരും ചെല്ലാറുണ്ടോ? യൂയം വേദിഷിത പുത്ര വിദിതം വച്ചീർഷിതം അനുഗ്രഹായ ഭദ്രം വാ അവൻ സാമാന്യമായിട്ട് പറഞ്ഞു പോകാനേ ഉള്ളൂ. കാരണം നമ്മുടെ പ്രധാന ഭാഗം അതല്ല. പറഞ്ഞെന്താണ്? യൂയം, നിങ്ങൾ പുത്ര, നിങ്ങള് ആ പ്രാചീന പുരുഷന്റെ പുത്രന്മാരല്ലേ ചോദിക്കാൻ. അപ്പൊ സർവജ്ഞനായിരിക്കുന്ന ഭഗവാൻ ഇത് ചോദിക്കേണ്ട കാര്യമുണ്ടോ? ഒരു ഉപചാരം അത്രയേ ഉള്ളൂ. അത്ര ബോധ്യപ്പെടുത്തി വെച്ചാൽ നിങ്ങള് പ്രാചീന പുരുഷന്റെ പുത്രന്മാരാണ് ഞാൻ അറിഞ്ഞിരിക്കുന്നു എന്ന് കാണിക്കാനാണ്. ഭഗവാൻ അറിയാത്തോണ്ട് ചോദിക്കല്ല, ആണല്ലോ എന്ന് പറയാൻ. ഈ ചോദ്യം പലതരത്തിലാണല്ലോ. കൂട്ടപ്പുറത്ത് പറയാൻ ചോദ്യം തന്നെ ഇപ്പൊ അറിയാൻ വേണ്ടിയിട്ടില്ല. ചെന്ന് ചോദിക്കുന്നത് എനിക്ക് ചിലതൊക്കെ അറിയാതെ മറ്റേ ബോധ്യപ്പെടുന്നതാണ്. അങ്ങനെ കഴിഞ്ഞാൽ അവിടെ ചോദിച്ചു രാമായണത്തിനെ പറഞ്ഞിട്ട്, ഭാഗവത്തിനെ പറഞ്ഞിട്ട്, നിങ്ങൾക്ക് മാത്രം നല്ല കേട്ടോ ഇതൊക്കെ അറിയാം, ഞങ്ങൾ കുറേയൊക്കെ അറിയും കാണിക്കാൻ വേണ്ടി അതിനെ ചോദിക്കുന്നത്. ചെല്ലിയാൾക്ക് അറിയുമെന്ന് പരീക്ഷിക്കാൻ വേണ്ടി ചോദിക്കുക. ചെല്ല് തർക്കത്തിന് വഴിമരുന്നുണ്ട് ചോദിക്കുക. ചോദ്യം പലതരത്തിലാണ്. ഇവിടെ യഥാർത്ഥ ചോദ്യാന്ന് വിചാരിക്കേണ്ട ഇല്ല, അല്ലേ ആണല്ലോ പറയാം. ആണല്ലോ എന്താ സിദ്ധമാണെന്ന് അർത്ഥം. കിട്ടിക്കഴിഞ്ഞാണ് സിദ്ധം. ഇപ്പൊ പറയാണ് യൂയം വേദിഷിത പുത്ര വീണ്ടും എന്ന് പറഞ്ഞു. വിദിതം ചികീർഷിതം, നിങ്ങളുടെ ചികീർഷിതം, നിങ്ങൾ എന്താണ് ചെയ്യാൻ പോകുന്നത് എനിക്ക് മനസ്സിലായത്. അപ്പൊ അന്ന് നിങ്ങൾ പറയണ്ട, ഞാൻ മനസ്സിലാക്കിയത് നിങ്ങള് സന്താനവൃദ്ധിക്ക് വേണ്ടിയിട്ട്, കുലവർദ്ധനവിന് വേണ്ടിയിട്ട് അതുപോലെ അനുഗ്രഹം കിട്ടാൻ വേണ്ടി പോകുന്നൊക്കെ എനിക്ക് മനസ്സിലായി. ഞാനെന്റെ അനുഗ്രഹമായ ഭദ്രം വാ. അപ്പൊ നിങ്ങള് ആ സാക്ഷാൽ വൈകുണ്ഠനാഥനായിരിക്കുന്ന ഭഗവാന്റെ അനുഗ്രഹത്തിന് വേണ്ടി പ്രയത്നിക്കുന്നവരായ നിങ്ങളെ അനുഗ്രഹിക്കാൻ വേണ്ടിയാണ് ഞാൻ പോകുന്നത്. അത് പറഞ്ഞിട്ടല്ല, സ്വന്തം സന്തോഷമുണ്ടായി. എന്തുകൊണ്ടങ്ങനെ? ഭഗവാനെ സേവിക്കാൻ പോകുന്ന ആളിനോട് പരമശിവന് വലിയ ഇഷ്ടമാണ്. ഭാഗവത് അവസാനിക്കുമ്പോഴേ ദാശത്ത് നിന്ന് കാണാം, വൈഷ്ണവാനം യഥാശംഭൂ എന്ന് പറയുന്നത്. വൈഷ്ണവ ഭക്തന്മാരിൽ ഏറ്റവും പ്രധാന ശംഭുവാണ് സാക്ഷാ പരമശിവനാണ്. നമുക്ക് അത്ഭുതം തോന്നും. നമ്മളിപ്പോൾ എന്താ വെച്ചാൽ രാഷ്ട്രീയക്കാർ കണ്ടാണ് ചെയ്യുന്നത്. എന്നാലും എൻ്റെ ഗ്രൂപ്പുണ്ടാവും, എൻ്റെ ഗ്രൂപ്പിലാണ് എനിക്ക് സിദ്ധവാദം വിളിക്കണം, ഞാൻ കേവലാന്ന് പറയണം, അങ്ങനത്തെ ഇഷ്ടം ഉണ്ടാവുള്ളൂ. അല്ല വേറൊരാളെ പ്രശംസിക്കുന്നിട്ട് സഹിക്കാൻ തന്നെയാണ്. പറയുന്നതൊക്കെ ശരിയാണ് പോലും, നിങ്ങൾ പറഞ്ഞൊക്കെ ശരിയാണ്. എന്നാലും ആൾ കണ്ട് ചെയ്ത് എന്താണെന്നറിയോ, അതിൻ്റെ പഴയ ദോഷങ്ങളൊക്കെ പറയും. എന്നുവെച്ചാൽ നമുക്ക് സഹിക്കാനേ ഒരാളെ ഗുണം പറയുന്നത് ഒരു പ്രയോജനം ഉണ്ടായിട്ടില്ല. കണ്ടു കഴിഞ്ഞായിരിക്കും ഇന്ന് അതിനൊരു പ്രസക്തി ഉണ്ടാവില്ല. എന്നാലും വേറൊരാളുടെ നന്മ ഇങ്ങനെ അധികം പറഞ്ഞു കഴിയുമ്പോൾ സഹിക്കവിയാണ്ടവേ. അപ്പോൾ ആളിന് പറയുമോ, നിങ്ങൾ പറഞ്ഞൊക്കെ ശരിയാ, പക്ഷെ പണ്ടിയാളെന്താ ചെയ്തതെന്നറിയോ, ഇത് പഴയ കാര്യം പറയും. അതിന് കുറേ ദോഷമുണ്ടെന്ന് പറഞ്ഞാലേ നമുക്ക് സമാധാനമുണ്ട്. എന്നാലേ നമുക്ക് എന്ത് ചെയ്യുള്ളൂ, നമ്മളെ സമീകരിക്കാൻ കഴിയുള്ളതാണ്. അത് കാളിദാസൻ പറയുന്നുണ്ട്, പിന്നെ അലോകസാമാന്യം അചിന്യഹേതുകം ദിഷന്തി മന്ദശ്ചരിതം മഹാത്മന. മഹാത്മാക്കൾ ആളിൽ നിന്നിക്കുന്നത് എന്തുകൊണ്ടാണ്? അലോകസാമാന്യം. അവരുടെ പ്രവൃത്തികളൊക്കെ ലോകത്തിൽ സാധാരണ ആളിൽ ചെയ്യുന്ന പ്രവൃത്തിയല്ല. അതുകൊണ്ട് അത് നയിക്കാനാവില്ല. ഭക്ഷണാട്ടസൽ അദ്ദേഹത്തിൻ്റെ ദി കോൺക്വസ്റ്റ് ഓഫ് ഹാപ്പിനെസ് എന്ന ഗ്രന്ഥത്തിൽ പറയുന്നുണ്ട്, ഈ
പൊതുവഴിയിൽ നിന്ന് മാറി നടക്കുന്ന ആളെ വിമർശിക്കുന്നത് എന്തുകൊണ്ടാണ്? അവരെ സഹിക്കാൻ വയ്യാത്ത എന്തുകൊണ്ടാണ് വെച്ചാൽ ഞങ്ങളെ വിമർശിക്കാതിരിക്കുന്നു അവർക്ക് തോന്നുകയാണ്. ഞങ്ങളൊക്കെ ഇങ്ങനെ ചെയ്യും, ഇയാളെ ചെയ്യാതിരിക്കുന്നു, അഥവാ ഞങ്ങൾ ചെയ്യുന്നൊന്നും ചെയ്യാതിരിക്കുന്നു, ചെയ്യാത്ത ചെയ്യുന്നു, നമ്മൾ അപമാനിക്കലാന്ന് എനിക്ക് തോന്നുന്നു. അങ്ങനെ തോന്നും. അതുകൊണ്ടാണ് ഈ മാർഗം തെറ്റി നടക്കുന്നവരെ അഥവാ പുതുവഴി കണ്ടുപിടിക്കാൻ ശ്രമിക്കുന്നവർക്ക് ആളിനെ വിമർശിക്കുന്നതെന്ന് ബസ്റ്റാൻഡ് രസകരമായിട്ട് പറയുന്നുണ്ട്. കക്കാൻ്റെ കഥയിൽ കാണാം. ഇരുവഴിയിൽ പെരുവഴി നല്ലോ പെരുവഴി പോരങ്ങാതെ ഈ പുതുവഴി വെട്ടാരെങ്കിൽ മനോഹരമായ യോജന കക്കാൻ്റെ വഴിവെട്ടുന്നവരോട് എന്ന് പറയുന്നത്. പുതുവഴി എന്ന് പറഞ്ഞാൽ വലിയ അബദ്ധമാണ്, ധാരാളം ഭീഷണിയൊക്കെ ഉണ്ടാവും. നല്ല എന്താണ് പെരുവഴി പോരങ്ങാതെ എല്ലാവരും വഴിക്ക് പോയിക്കൊള്ളു, ഇത്തിരി കഷ്ടപ്പെടാൻ നിൽക്കുന്നു. കാരണം പൊതുവഴി വെട്ടാൻ ധാരാളം അപകടങ്ങളില്ലെന്ന് രസകരമായിട്ട് പറയുന്നുണ്ട്. അതുകൊണ്ട് പെരുവഴിയാണ് നല്ലതെന്നാണ്. ഇരുവഴിയിൽ പെരുവഴി നല്ലോ പെരുവഴി പോരങ്ങാതി. അപ്പം അതുകൊണ്ട് യഥാർത്ഥത്തിൽ ഈ ഭഗവത് അനുഗ്രഹം നേടണമെന്ന് നിങ്ങൾക്ക് വിചാരിക്കുന്നത് സാമാന്യമല്ല. നമ്മളൊക്കെ എന്ത് ചെയ്തു? കാമാർത്ഥമായിട്ട് സന്തത്യർത്ഥമായിട്ട് ഭാര്യയെ സ്വീകരിക്കുന്നതിനാണ് ഭഗവാൻ ധരിക്കുന്നതാണോ വിചാരിക്കുക? പക്ഷെ അങ്ങനെയല്ല ഇവിടെ ചെയ്തത്. അതുകൊണ്ടാണ് ഭഗവത് ഭക്തന്മാരിൽ പ്രഥമഗണനീയനായിരിക്കുന്ന ആളാണ് ശ്രീ പരമേശ്വരൻ. അവസാനവും പറയുന്നില്ല. നമുക്ക് ദ്വാദശാന്ത അവസാനം കാണാം. വൈഷ്ണവാനാം യഥാ ശംഭു ഗംഗാനാം യഥാ എന്ന് കാണാം. നദികളിൽ വെച്ച് പുണ്യമായത് ഗംഗക്കായതുപോലെ വൈഷ്ണവ ഭക്തന്മാരിൽ വെച്ചിട്ട് ഏറ്റവും പ്രഥമൻ ആരാണ്? ഒന്നാമതാണ് ഈ പരമേശ്വരനാണ്. നമുക്ക് സങ്കല്പിക്കാൻ കഴിയാത്തതാണ്. കാരണം നമ്മൾ എന്നെ വാഴ്ത്തിക്കൊള്ളണം, എന്നെ എല്ലാവരും സ്തുതിച്ചോളണം എന്നല്ലാതെ വേറൊരാളെ സ്തുതിക്കുന്ന നമുക്ക് സഹിക്കാനില്ല. അപ്പോൾ അയാളുടെ ദോഷങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു കൊടുക്കണം. ആദ്യമൊക്കെ ശരിയാണെന്ന് പറയും, പിന്നെ പിന്നെ സഹിക്കാൻ വയ്യാണ്ടാവുക. അങ്ങനെയല്ല ഭഗവാൻ നടത്തുക. അതുകൊണ്ട് ഈ ഒരു ആശയം നമ്മൾ എപ്പോൾ മനസ്സിലാക്കണം. അതിനുകൊണ്ടാണ് ഇപ്പം ആദ്യം പറഞ്ഞത്. ഇനി ഇങ്ങോട്ട് പറയാൻ പോകുന്നെങ്കിൽ പല വാക്കുകളും യഥാർത്ഥത്തിൽ പല പദങ്ങളും ശിവന്റെ പര്യായങ്ങൾ തന്നെയാണ് വിഷ്ണുവിനെ സ്തുതിക്കാൻ പറഞ്ഞത്. അപ്പം നമുക്ക് തോന്നുന്നു ശിവനെ വിഷ്ണു സ്തുതിക്കാൻ പറ്റും, ശിവന്റെ പര്യായ പറയേണ്ടതെന്നോ. പക്ഷെ അങ്ങനെയാണ് സാഹിത്യത്തിലൊക്കെയാണ് വിഷ്ണു സഹസ്രനാമം നോക്കുക. വിഷ്ണു സഹസ്രനാമത്തിൽ 10-16 നാമങ്ങൾ മുഴുവൻ ശിവപര്യായങ്ങളായി പ്രസിദ്ധമാണ്. അനവധി പര്യായങ്ങളാണ്. ഇപ്പോൾ ഓരോ സമയത്ത് പറയാം. ഇപ്പോൾ സ്ഥാനം എന്നുള്ളത് ഇതൊക്കെ അങ്ങനെയുള്ളതാണ്. അതായത് ഈ ദേവന്മാർ തമ്മിൽ ദേവതാ സ്വരൂപങ്ങളിൽ ആത്യന്തികമായി വ്യത്യാസമില്ലെന്ന് ആവർത്തിച്ച് പറയുകയാണ് പുരാണങ്ങൾ ചെയ്ത്. പക്ഷെ നമ്മളത് മനസ്സിലാക്കാതെ ശിവൻ ഒരാൾ വിഷ്ണു ഒരാൾ വിചാരിച്ചുകൊണ്ട് ഇത് ചതുർത്ഥസ്കന്ധത്തിന് തുടക്കത്തിലേ പറഞ്ഞിട്ടുള്ള ആശയമാണ്. ചതുർത്ഥസ്കന്ധത്തിന് ദക്ഷിണ പറ്റി എന്താണ്? വിഷ്ണുവിനെ യജ്ഞം കൊണ്ട് പൂജിക്കുക, ശിവനെ നിന്ന് ചെടാൻ വിചാരിച്ചു. അതുകൊണ്ട് അയ്യുള്ള തലയും കൂടില്ലാണ്ടായത്, തലയില്ലാത്തൊരർപ്പാടായി തീർത്ത. അവിടെ അവസാനം ഭഗവാൻ വന്നിട്ട് എന്ത് പറഞ്ഞത്? അഹം സർവസ്ഥാകാരം ജഗതപരം എന്നൊക്കെ പറഞ്ഞതുകൊണ്ടാണ്. ലോകമേ മനസ്സിലാക്കൂ, ഞാനും ബ്രഹ്മാവും ഈ പരമശിവനുണ്ടല്ലോ ഒരാളല്ല, ജഗതക്കാരണം പരം, ഞങ്ങൾ ലോകത്തിന്റെ കാരണമാണ്. കാരണങ്ങളാണ് നല്ല പറഞ്ഞത്. അത് ശ്രദ്ധിക്കണ്ടേ? ബഹുവചനായിട്ടല്ല പറഞ്ഞത്, ഏകവചനായിട്ടാണ്. 3 പറ്റിയാണ് പറഞ്ഞതേ. പക്ഷെ ഞങ്ങളെന്താണ്? ലോകത്തിന്റെ കാരണമാണ്. ഒന്നാന്ന് പറയുന്നത് ആ ബുദ്ധിയില്ലാണ്ട് പോയത് കൊണ്ടാണ് ഇയാൾക്ക് തല നഷ്ടപ്പെട്ടു പോയത്. അല്ല അങ്ങനെ വരാൻ പാടില്ല. കേമാരി യജ്ഞം ചെയ്തിട്ടോ തലയെ തെറിച്ചു കഷ്ടമാണ്. ഇതുകൊണ്ടാണ് അഹങ്കാരം ഉണ്ടാകുന്ന അർത്ഥം. അപ്പൊ ഇനിയുള്ള ഭാഗത്തൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം. വിഷ്ണുവിന്റെ പര്യായങ്ങളായിട്ട് പറഞ്ഞ പലതും വിഷ്ണുവിന്റെ പര്യായമാണ്. വായുപുരാണം, പൂർണ്ണപുരാണം മുതലായ പുരാണങ്ങളിൽ കാണാം. ശിവസ്ഥ ഹൃദയം വിഷ്ണു, വിഷ്ണുസ്ഥ ഹൃദയം ശിവ. വിഷ്ണുവിന്റെ ഹൃദയം ശിവനാകുന്നു, ശിവന്റെ ഹൃദയം വിഷ്ണു ആകുന്നു. അപ്പോൾ ഇതൊക്കെ കേട്ടാലും നമുക്ക് ഉറക്കില്ല. എന്നാലും മറ്റേ കുറിച്ച് കേവലം ഒഴിവാക്കുന്നത്. വൈഷ്ണവഭക്തന്മാരെന്ത് വിചാരിക്കും? ഉള്ളിനുള്ളിൽ എന്തൊക്കെ പറഞ്ഞാലും വിഷ്ണുവിനെ പോലെ ഒന്നും ഇയാൾ തരില്ല, അയാൾക്ക് തന്നെയാണ് കേമത്വം പ്രതികരിക്കുക. ശൈവഭക്തന്മാർ തിരിച്ചും വിചാരിക്കും. അവരനുസരിച്ച് നിഷ്പത്തികളും ഒക്കെ കണ്ടുപിടിക്കുക. രുദ്രൻ എന്നുള്ളതിന് വൈഷ്ണവന്മാർ പറയുന്നതാണ് കരഞ്ഞവരൊക്കെയാണ്. ഭാഗവത്ത് കാണാം. ഏകാശരുദ്രന്മാർ സൃഷ്ടിച്ചപ്പോൾ അവർ കരഞ്ഞു എന്നാണ്. ഞങ്ങൾ ഭാര്യയെ തരും സ്ഥലത്തിലും നമ്മൾ അച്ഛനും കരഞ്ഞു എന്നാണ് ബ്രഹ്മാനോടെ. എപ്പോഴാണ് സ്ഥലവും ഭാര്യമാരൊക്കെ കൊടുത്തത്? ഹൃദയത്തെ ആദ്യം പറഞ്ഞിട്ടുണ്ട്. ശൈവന്മാരെന്ന് പറയും, ശൈവന്മാർ പറയും രുദ്രൻ എന്ന് പറഞ്ഞാൽ അജ്ഞാനമാണ്. തദ്രാപയതീതി രുദ്ര, അജ്ഞാനത്തെ ഇല്ലാത്തതാക്കുന്നവനാണ്. അതുകൊണ്ടാണ് രുദ്രൻ എന്ന് പേരുണ്ടായത്. നിങ്ങൾ നിങ്ങളെ വിഷ്ണു അല്ല, ഞങ്ങളുടെ ശിവൻ തന്നെയൊക്കെ ഇങ്ങനെ ഒരു സ്വഭാവമാണ്. അപ്പം എന്തുകൊണ്ട് വെച്ചാൽ മനുഷ്യൻ നാനാത്വം ഇഷ്ടപ്പെടുന്നതുകൊണ്ടാണ്. നാനാത്വങ്ങളും തെറ്റല്ല, നാനാത്വങ്ങളെ പക്ഷേ വൈരുദ്ധ്യങ്ങളായി കരുതരുന്നേ ഉള്ളൂ. മനുഷ്യരൊക്കെ ഒരുപോലെ ഉണ്ടായതല്ല. എന്നാല് നമ്മൾ എന്ത് പറയും? മനുഷ്യർ ഒരുപോലെയാണ് എന്നാണെന്ന് പറയും. ഒന്നാണ് വാസ്തവത്തില്. അല്ല, മാറിക്കൊണ്ടിരിക്കുന്നതാണ്. പല അഭിരുചികളാണ്, പലതരത്തിലുള്ള സ്വരൂപമാണ്, പലതരത്തിലുള്ള ശബ്ദങ്ങളാണ്. നമുക്ക് ഇഷ്ടമുള്ള ശബ്ദങ്ങളോ ഇഷ്ടമുള്ള രൂപമാണോ എല്ലാവർക്കും ഉള്ളത്.
ഇനി അങ്ങനെ അല്ല എന്നുള്ളത് ഗുണമാണ്. എല്ലാവരും ഒരുപോലെയാണെങ്കിൽ എത്ര ലോകത്തെ ബോറായിരിക്കും ആലോചിക്കുക. ഇവിടെ ഇരിക്കുന്ന ആളിലൊക്കെ ഒരേ മണ്ണ് ഒരേ സ്വഭാവമുള്ളതാണ്. ആളുകൾ കട്ടത്തിലായി പോകും. ഇതാരെയാ നേരത്തെ കണ്ടത് മനസ്സിലാക്കോ? മക്കൾ തന്നെ പ്രായപൂർത്തിയെത്തിയ മക്കളൊക്കെ ഒരുപോലെയാണെങ്കിൽ ഇതിന് മക്കളെണ്ണം കുറവായിട്ട് തിരഞ്ഞെടുക്കാൻ വലിയ വിഷമമില്ല. 100 പുത്രന്മാരുണ്ടായിരുന്നു. എല്ലാം ഒരുപോലെയാണ്, വിഷമിച്ചുമില്ലേ? പ്രായപൂർത്തിയെത്തിയ പുരുഷന്മാരൊക്കെ ഒരുപോലെയാണ്. ഭർത്താവ് ഇതാ മോനേതാന്ന് മനസ്സിലാവും, കട്ടത്തിലാവും. പൂക്കളൊക്കെ ഒരുപോലെയാണെങ്കിൽ ലോകം നന്നാവുക. ചോന്ന പൂവ് മാത്രമേ ഉള്ളൂ, ചെമ്പരത്തി പൂ മാത്രമേ ഉള്ളൂ. ലോകത്തുള്ളൂ വെച്ചാൽ എത്ര കഷ്ടമാണെന്നറിയോ? ചെറിയ ജീവിതം എന്തൊരു ബോറാണെന്നോ തോന്നില്ലേ? അപ്പൊ വൈരുദ്ധ്യമാണ്. പക്ഷെ ഇത് അംഗീകരിക്കാൻ സാധിക്കുന്നില്ല. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നത്? നമുക്ക് പരിചിതമായ, നമുക്ക് സ്വീകാര്യമായ, നമ്മൾ ശീലിച്ചു പോന്ന, നമുക്ക് ഹൃദ്യം എന്ന് തോന്നുന്ന ഇത് മാത്രമേ കേൾക്കുള്ളൂ, ബാക്കിയൊന്നും ശരിയല്ല എന്ന് പറഞ്ഞത്. അതില്ലാതാക്കാൻ വേണ്ടി ഇത് പഠിക്കേണ്ടത്. ഈ വിശാലമായൊരു പരിപ്രേക്ഷ ഉണ്ടാവാനാണ് ഞാൻ പറഞ്ഞത്. എന്തേ അങ്ങനെ മനസ്സിലാക്കണം. ആലപ്പുഴ ആർച്ചോദം എന്ന പഴയ തൊഴിലാളി നേതാവ് എഴുതിയിട്ട്, വൈരുദ്ധ്യം ജീവന്റെ ജീവനാണോക്കെങ്കിൽ വൈരുദ്ധ്യമില്ലെങ്കിൽ ജീവനില്ല. നന്മയും തിന്മയും ഒന്നായ ജീവിതം തിന്മാൻ കൊള്ളാത്തൊരു പൊൻപഴമാം. ആശയം. സ്വർണത്തിന്റെ പഴ എന്ന് പറഞ്ഞാൽ തിന്നാൻ പറ്റുമോ? വിശക്കുന്നതിന് ഇതുകൊണ്ട് വല്ല പ്രയോജനമില്ല. വിറ്റാ കാശ് കിട്ടുമായിരിക്കും. 5 8 പവനുണ്ടാവുകയെ കിട്ടുമായിരിക്കില്ല. പിന്നെ നേന്ത്രപ്പഴമൊക്കെ സ്വർണ്ണം കൊണ്ടുണ്ടാക്കിയാണ് കാശൊന്നും കിട്ടും, ലക്ഷങ്ങൾ രൂപ കിട്ടും. പക്ഷെ തൽക്കാലം ജീവൻ പോകും. തിന്നാൻ പറ്റുമോ? വിലയുണ്ട് കിട്ടാറില്ല. പക്ഷെ നമ്മൾ വിലയിൽ ഊന്നുകയും ഒരു കമ്പോള ബുദ്ധി നമ്മൾ ആക്രമിക്കുകയും ചെയ്തുകൊണ്ടാണ് ഇന്ന് മൂല്യങ്ങൾ മനസ്സിലാക്കാൻ വേണം പോകുന്നത്. അതിനെപ്പറ്റി റസൽ എഴുതിയിരുന്നു. റസൽ പറയും, വസ്തുവിന്റെ വില അറിയുകയും മൂല്യം അറിയാതിരിക്കുകയും ചെയ്യുന്നവരാണ് ദോഷം ചെയ്ത് നിൽക്കുന്നത്. നമ്മൾ സ്വയം വിചാരിക്കുന്ന ദോഷം ചെയ്ത് കഴിഞ്ഞാൽ ദോഷം പറയുന്നവരാണ്. അങ്ങനെയല്ല. റസൽ പറഞ്ഞത് ഒന്നിന്റെ വില അറിയാം, പക്ഷെ എന്തറിയില്ല? മൂല്യം അറിയില്ല. പക്ഷെ കമ്പോള ബുദ്ധി ഉണ്ട്. അങ്ങാടിയിൽ എന്ത് കൊടുത്താൽ കിട്ടുമെന്നും കൊടുത്താൽ എന്ത് കിട്ടും എന്നുള്ള ഒരുതരം വ്യാപാര ബോധം നമ്മൾ വല്ലാതെ സ്വാധീനിക്കുകയാണ്. അതുകൊണ്ട് നിസ്സാരങ്ങളായ സംഗതികളൊക്കെ എന്തിൻ്റെ അടിസ്ഥാനത്താണ് നിസ്സാര എന്ന് പറഞ്ഞത്? വില നോക്കിയിട്ടാണ്. വില കൂടുതലുള്ളതാണ്. ഇയാളത്ത് ശമ്പളം വാങ്ങുന്നുണ്ട്, മറ്റവർ എന്ത് കിട്ടുന്നുണ്ട്, അതനുസരിച്ച് ബഹുമാനിക്കേണ്ടതാണ്. ഇവരൊക്കെ എന്ത് ബഹുമാനിക്കാനാണ്? നമ്മൾ ആളുടെ പലപ്പോൾ സൂക്ഷിച്ച് നോക്കുന്നതാണ്. ഇത് ആകപ്പാടെ ഉപ്പായവും ചെയിനും കൂടി എത്ര ഉറുപ്പിക്ക് ഉണ്ടാവും എന്നാണ് നോക്കുന്നില്ല. അങ്ങനെയാണ് രഹസ്യം പറഞ്ഞത്. ആപ്പാടെ നോക്കുന്നതാണ്. ഞാൻ ബഹുമാനിക്കണോ ഇയാളെ അറിയാൻ വേണ്ടിയാണ്. കാരണം അങ്ങനെയുള്ളൊരു കമ്പോള ബോധം, വിൽക്കാനും വാങ്ങാനുള്ള ചരക്കുകളാണ് ലോകത്ത് മുഴുവനുള്ളത് എന്നുള്ള ഒരു ആന്ധ്യമുണ്ട്. അതാ പ്രശ്നം നടത്തുന്നത്. അതുകൊണ്ട് വൈരുദ്ധ്യത്തെ ശിവനിങ്ങനെയാണ് വിഷ്ണുവിനായിക്കോട്ടെ. അതുകൊണ്ടെന്താണ് അതിനെ സ്വീകരിക്കാനുള്ള ബുദ്ധി ഉണ്ടാവണ്ടേ? അപ്പൊ അത് മനസ്സിലാവാതെ എന്ത് ചെയ്യുന്നു? ചതുർഭുജനായി പനമാലൊക്കെ ചാർത്തി നല്ല കിരീടമൊക്കെ വെച്ച് നടക്കാനുമ്പോൾ സുന്ദരം പിടിക്കുക. മറ്റെന്ത് പാസ്പോർട്ട് കഥയില്ലാണ്ട് നടക്കുകയാണ്. ആ വിഷമേ ശ്മശാനവാസിയാണ്. ഇതൊക്കെയായിരുന്നു ദക്ഷൻ ആക്ഷേപം. അതിനായി പറഞ്ഞു. ദക്ഷൻ പറയുന്നില്ലേ, ശ്മശാനത്തിൽ നൃത്തം ചെയ്തവരാണ് ഉന്മത്തനെ പോലെയാണ് നാട്ടിനായി നൃത്തം ചെയ്ത് കേൾക്കുന്നുണ്ട്. ഇതിനെൻ്റെ മോളെ കൊടുത്തു പോയല്ലോ എന്നാണ് ദക്ഷൻ പറഞ്ഞത്. ഇവിടെ കണ്ണില്ലേ, കുരകൻ്റെ കണ്ണൂരി ഉണ്ടെന്നൊക്കെയാ പറഞ്ഞത്. ദക്ഷേത്രത്തിൽ കാണാൻ സാക്ഷാൽ കേവലായിരിക്കുന്ന പരമശിവനെ പറ്റിയാണ് പറഞ്ഞത്. എൻ്റെ മകളാകട്ടെ മാൻപയുടെ പോലെ സുന്ദരിയാണ്. അതിൽ കഥയില്ലാണ്ട് ഈ വിദ്യ കൊടുത്തു പോയല്ലോ എന്ന് പറഞ്ഞിട്ടാണ്. പിന്നെ എന്തിനാ കൊടുത്തതെന്ന് ചോദിച്ചപ്പോൾ ആരും ഉത്തരവും പറയുന്നുണ്ട്. ആരും ചോദിച്ചില്ല. ചോദിച്ചേക്കാതെ ആരും മുൻകൂട്ടി മറുപടി പറയാണ്, ബ്രഹ്മണാ ചോദില്ല. അഷ്ടകാലത്തിന് എൻ്റെ അച്ഛനായ ബ്രഹ്മാവ് പറഞ്ഞു ശിവൻ കേവനാന്നിട്ടാ കൊടുത്ത. അച്ഛൻ ഇങ്ങനെ വിവരമില്ല, ഞാൻ മനസ്സിലാക്കിയില്ല എന്നർത്ഥം. അതാ പറഞ്ഞതിനടുത്ത് ബ്രഹ്മണാ ചോദില്ല. ബ്രഹ്മാവ് പറഞ്ഞാ കൊടുത്തതെന്ന് അർത്ഥം. അല്ല ഞാനാണെ കൊടുക്കില്ല. അച്ഛൻ ഇങ്ങനെ ബുദ്ധിയില്ല എന്ന് എനിക്കൊന്നും മനസ്സിലായില്ല. അപ്പൊ എന്തിനാ പറഞ്ഞു? അതുകൊണ്ട് എന്തുകൊണ്ടാണ് വൈഷ്ണവാനായ യഥാശംഭു എന്ന് പറയുന്നത്? അവര് എല്ലാ വ്യതിയാനങ്ങൾക്കും അപ്പുറത്ത്, എല്ലാ വ്യതിചലനങ്ങൾക്കും അപ്പുറത്ത്, എല്ലാ തരത്തിലുള്ള വ്യത്യാസങ്ങൾക്കപ്പുറത്ത് ഏകത ഉണ്ടെന്ന്. ഏകതയെ ബഹുമാനിക്കണം. അതിനാണ് ഇതൊക്കെ നമ്മൾ പഠിക്കേണ്ടത്. പക്ഷെ ഇതൊക്കെ കേട്ട് കഴിഞ്ഞാൽ എന്നാലും ഞാൻ പറയാൻ എന്നാലും മറ്റേതിനെ തോന്നുന്നു നമ്മളെ ഒരു തരം അല്പത്വം കൊണ്ടാണ്. നമുക്ക് പരിഹാസമോ അത്ഭുതമൊക്കെ ലോകത്തുണ്ടാകുന്നത് നമുക്ക് എത്രത്തോളം ലോകപരിചയം കുറവുണ്ടോ അത്രത്തോളം അത്ഭുതം തോന്നാൻ. ലോകത്തൊക്കെ നല്ലോണം അറിയുന്നതിന് അത്ഭുതമില്ലല്ലോ. അതേച്ചാൽ അതൊന്നും അറിയാത്തല്ല. ഇങ്ങനെയൊക്കെ പറ്റുമോ, ഇങ്ങനെ ആഹാരം കഴിക്കാൻ പറ്റുമോ, ഇങ്ങനത്തെ വീട്ടിൽ താമസം ഇങ്ങനെയൊക്കെ പാടുണ്ടോ, ഇങ്ങനെയൊക്കെയാണോ ഇവ, ഓരോന്നിക്കും ഓരോ ആചാരം മനസ്സിലാവാത്തതുകൊണ്ടാണ്. ലോകം നാനാത്വം കൊണ്ട് ആണ് നിൽക്കുന്നത്. എപ്പോഴും അറിയണം. അതുകൊണ്ടാണ് ആലപ്പുഴ ആസ്വാദം പറഞ്ഞതുപോലെ നന്മയും തിന്മയും നായ ജീവിതം തിന്മാൻ കൊള്ളാത്തൊരു പൊൻപഴമാണ്. പൊന്നിലെ വളം തിന്നാൻ കൊള്ളാത്തതാണ് എപ്പോഴും ഓർമ്മിക്കണം.
അത് പഴത്തിന് ഒരു ഇളനീരിന് 5 റുപ്യാവാം 20 റുപ്യാവാം നാളെ 500 റുപ്യാവാം. പക്ഷെ അതിൻ്റെ മൂല്യം എപ്പോഴും സുസ്ഥിരമാണ്. അവിടെ ഉണ്ടാകുന്ന സുഖം, നമ്മുടെ ശരീരത്തിനുണ്ടാകുന്ന ആസ്വാദനം, അതുകൊണ്ടുണ്ടാകുന്ന ആശ്വാസം അതെപ്പോഴും ഉണ്ടാവും. ഇളനീര് 2 റുപ്യയിൽ പോയി എന്ന് പറഞ്ഞാൽ കുറേ പയ്യേ മോശമായിപ്പോയി പറയും. അതിൻ്റെ ഗുണത്തെ അത് ദോഷം വന്നിട്ടില്ല. അപ്പൊ മൂല്യങ്ങളിലൂന്നാലുള്ള മൂല്യാധിഷ്ഠിതമായ ഒരു ബോധത്തിന് പകരം കമ്പോളാധിഷ്ഠിതമായിരിക്കുന്ന നിലനിലവാരത്തിൻ്റെ ഒരു ബോധത്തിലേക്ക് താഴ്ന്നു പോകുമ്പോഴാണ് ലോകത്ത് ഈ അപകടമൊക്കെ ഉണ്ടാകുന്നത്. അതുകൊണ്ടാണ് നമ്മളെന്ത് ചെയ്യുന്നത്? ശ്മശാനവാസിയാണ് മോശം വിചാരിക്കുന്നത്. അതൊക്കെ നിരാകരിക്കാൻ വേണ്ടിയാണ് നമ്മളിത് പഠിക്കേണ്ടതാണ്. അതിനാണ് ഞാൻ പറഞ്ഞത്. അപ്പൊ ഇങ്ങനെ ശ്മശാനവാസിയാണെന്നോ ദുർബല ഹൃദയന്മാർക്ക് മോശമാണെന്നോ തോന്നാവുന്ന ആ പരമേശ്വരനാണ് എന്ത് ചെയ്തത്? വിഷ്ണുവിനെ സ്തുതിക്കാൻ പറഞ്ഞത്. എന്നെ സ്തുതിക്കണം നല്ല പറയുന്നേ, അയാളെ സ്തുതിക്കുന്ന അതാ തമാശ. നമ്മളെ ഇന്ന് ഏതൊരു നേതാവ് പറയാം മറ്റാളെ സ്തുതിക്കുന്നത് സഹിക്കാനാവില്ല നമുക്ക്. എന്നെ സ്തുതിക്കണം, ഞാനാണ് കേവലം വരണം, അവനെ ചതയ്ക്കണം, അവനെ തകർക്കണം. കൃഷ്ണമാർ എഴുതിയില്ല പോലെ മറ്റൊരൊക്കെ ദ്രോഹിക്കണം വിചാരാണ്. ഞാൻ കേവലം എനിക്കിഷ്ടമാണ്. അങ്ങനെ എന്താണ് എല്ലാവരും നോക്കാം. അവിടെ ഇങ്ങനെ പറഞ്ഞോളൂ. ഞാൻ വിഷമമാണ്. യൂയം വേദിഷിതം പുത്രാവധിതം വച്ചീർഷിതം അനുഗ്രഹായ ഭദ്രം ഏവം മേ ദർശനം കൃതം. അവിടെ ഞാൻ നിങ്ങൾക്ക് എൻ്റെ ദർശനം ഇപ്പൊ തന്നിരിക്കുന്നത് നിങ്ങൾക്ക് എന്നെ കാണാൻ ഞാൻ നിങ്ങളുടെ മുമ്പിൽ വന്നു നോക്കുക. എന്തുകൊണ്ടാണ്? എനിക്ക് ഭഗവത് ഭക്തന്മാരെ വലിയ ഇഷ്ടമാണ്. അതുകൊണ്ട് നിങ്ങൾ എന്തിനു വേണ്ടി ഉദ്ദേശിച്ച് പുറപ്പെട്ടു പോകും, നിങ്ങളുടെ ലക്ഷ്യമായി നിങ്ങൾ എന്തിനെ കരുതുന്നുവോ അത് ഭദ്രമായി തീരട്ടെ, നിങ്ങൾ ഭദ്രം ഉണ്ടാവട്ടെ എന്ന് ഒരാൾ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ അനുഗ്രഹായ ഭദ്രം. നിങ്ങൾക്ക് അനുഗ്രഹം ഉണ്ടാവാൻ വേണ്ടിയിട്ട്, നിങ്ങൾ മംഗളം ഉണ്ടാവാൻ വേണ്ടിയിട്ട് ഞാൻ എന്ത് ചെയ്തു? ഏവം മേ ദർശനം കൃതം. മേ ദർശനം, എൻ്റെ ദർശനം ഞാൻ നിങ്ങൾക്ക് തന്നിരിക്കുന്നത് അതിന് വേണ്ടിയിട്ട്. അനുഗ്രഹിക്കുകയാണ്, സന്തോഷപ്പെടുന്നത്. നിങ്ങൾ ആ ഭഗവാനെ സ്തുതിക്കാനാണല്ലോ പോകുന്നത്. ആ സാക്ഷാൽ വൈകുണ്ഠനാഥനായ ഭഗവാനെ തൃപ്തിപ്പെടുത്താനാണല്ലോ പോകുന്നത്. എനിക്ക് വലിയ സന്തോഷമായി. അതുകൊണ്ടാണ് ഞാൻ വന്നതെന്ന് പറയാം. ഒരു ലോകം കൂടി നോക്കി നിൽക്കാറില്ല. എന്നിട്ട് ഇപ്പോൾ നമ്മളെത്താൽ 11 വിളിക്കാം അല്ലേ? 7 മിനിറ്റില്ല. അടുത്ത ഷോ കൂടി വയ്ക്കാം. എപ്പരം രംഹസാക്ഷാത്മാലീപിത ജീവസംഹിതാത് ഭഗവന്തം വാസുദേവം പ്രപന്നസ പ്രിയോഹിമേ. എപ്പരം രംഹസാക്ഷാത് ത്രിഗുണാൽ ജീവസംഹിതാത് ഭഗവന്തം വാസുദേവം പ്രപന്ന സപ്രിയോഹിമേ. ചുരുക്കത്തിലിപ്പോൾ പറയാം. അതായത് എപ്പരം രംഹസ സാക്ഷാൽ, പരമമായിരിക്കുന്ന ഈ പരമത്തെ അങ്ങേയറ്റം അതിലപ്പുറം ഒന്നുമില്ലാതെ കളിക്കാനാണ് പരമം എന്നുള്ളത്. അതൊന്നും വലിയ തെറ്റിദ്ധാരണ. ഇന്നിപ്പോൾ ഒരാൾക്ക് പരമൻ എന്നാണ് പേര് നീട്ടാൻ നമ്മൾ ആദ്യം ഉപയോഗിക്കുന്നത് ഏതോ അസക്കത്തിനായിരിക്കുന്നത്. അങ്ങനെ വിചാരിച്ച് ശീലിച്ചു പോയി നമുക്ക്. SC ST അതൊക്കെ അങ്ങനെ ഉണ്ടല്ലോ. അങ്ങനെ ഒരു ബോധമാണ് ഈ പേര് കേൾക്കുമ്പോൾ. അയ്യേ അയാൾ പരമത്തെ അങ്ങേയറ്റത്തുള്ളവനാണ്. ഏറ്റവും യോഗ്യനായിരിക്കുന്ന, ഏറ്റവും ആദരണീയനായിരിക്കുന്ന ഒരാളെ ആ പരമൻ. നമുക്കാണ് തോന്നുന്നു അങ്ങനെ ത്രിവിക്രമെന്നോ ലോകിതാക്ഷെന്നോ കൊണ്ട് വലിയ കേമായ പേര്. അത് പരമെന്ന് കേട്ട അയ്യേ ഇതായ പേര് അങ്ങനെ ശീലിച്ചു പോയി നമ്മൾ. അതുകൊണ്ടാണ് കറുപ്പൻ നേട്ടാൻ പോകാൻ ഇഷ്ടം പോവാം. കറുപ്പനാണ് കൃഷ്ണനെ. കൃഷ്ണൻ മലയാളം രാവിലെ പതാ കറുപ്പനുണ്ടായി. പണ്ട് KP കറുപ്പനൊക്കെ ഉണ്ടായിരുന്നു. തിരുവിതാംകൂറിൽ നിയമസഭയൊക്കെ ആയിരുന്ന ബാലാകലേശമുണ്ടായ നാടകമൊക്കെ എഴുതിയാണ് KP കറുപ്പൻ. മനോഹരമായി കവിതയൊക്കെ എഴുതിയിട്ടുള്ള ആളാണ്. പക്ഷെ നമുക്കിന്ന് കറുപ്പൻ കേട്ട അയ്യേ മോശമായിപ്പോയി. അത് ഇതുകൊണ്ട് തോന്നുന്നതാണ്. ഉള്ളിനുള്ളിൽ എന്ത് ചെയ്യുന്നു? ധാരാളം തരത്തിലുള്ളതായ വിപരീതങ്ങൾ വിചാരിച്ച് ശീലിച്ചിട്ടാണ്. ഇവിടെ പറയാറില്ല സാക്ഷാൽ പരമമായിരിക്കുന്നവനാണ് ഭഗവാൻ. എവിടുന്ന്? ത്രിഗുണങ്ങൾക്കും അപ്പുറത്തുള്ളവരാണ്, ഗുണാതീതനാണ്. സത്വരജ സ്തമോ ഗുണങ്ങൾക്കും അപ്പുറത്തുള്ളവരാണ്. ഭഗവന്തം വാസുദേവം പ്രപന്നം ഹി പ്രിയോ പ്രപന്ന പ്രിയോ ഹിമേ. അങ്ങനെയുള്ള ഭഗവാനായിരിക്കുന്ന വാസുദേവന് ആര് പ്രപന്നം എന്നുള്ളതാണ്? ആശ്രയത്തിന് വേണ്ടിയിട്ട് സമീപിക്കുക, പ്രകർഷേണ തന്നെ സമർപ്പിക്കുകയാണ്. പ്രപന്നം ഭഗവത്ഗീതയിലെ കാണുന്നില്ലേ? ഞാൻ അങ്ങേതാ ശരണം പ്രാപിച്ചിരിക്കുന്നു, എന്നെ ഉപദേശിക്കുമെന്ന് അദ്ദേഹം പറയുന്നുണ്ട്. എനിക്ക് ധർമ്മം എന്താണെന്ന് അറിയില്ല, അതുകൊണ്ട് ധർമ്മസമ്മൂഢനേതാ പറയില്ല. അപ്പം പ്രപന്നിച്ചാൽ അഭയം പ്രാപിച്ചവൻ, സമർപ്പിച്ചവൻ. അപ്പം അങ്ങനെയുള്ളതായ ത്രിഗുണങ്ങൾക്കുപരിയായിരിക്കുന്ന ആ സാക്ഷാൽ വാസുദേവനായിരിക്കുന്ന ഭഗവാൻ ആര് അഭയം പ്രാപിച്ചിരിക്കുന്നുവോ, ആര് അദ്ദേഹത്തിന് വേണ്ടിയിട്ട് അഥവാ അദ്ദേഹത്തെ പ്രാപിക്കാൻ വേണ്ടി ധ്യാനിക്കുന്നു, അവരെനിക്കാരാണ്? പ്രിയോഹിമേ, ഈ പ്രിയരാണ്. ശ്രദ്ധിക്കണ്ട, നേരത്തെ പറഞ്ഞ പോലെയാണ്. നല്ലത് എന്നെ ഭജിക്കുന്നവരോടാണ് എനിക്ക് പ്രിയം. നല്ല ഭഗവാൻ പറഞ്ഞതേ.
ആ വാസുദേവനായിരിക്കുന്ന ഭഗവാൻ ആര് സ്തുതിക്കുന്നുവോ അവനെനിക്ക് ഇഷ്ടമാണ്. നമ്മളെ നേതാക്കന്മാർക്കാണെങ്കിൽ ഇഷ്ടമാവുക. മറ്റവരെ ശരി എന്നെ പറ്റി എന്നെ സ്തുതിക്കാണ്ട് വേറൊരാളെ സ്തുതിക്കുന്നുണ്ട്. ഞാനല്ലാണ്ട് ആരും ഉണ്ടോ? അത് വിചാരമാണ്. ബഹുമാനിയ ഞാൻ ആരെയും പ്രണവൻ എന്ന് സിവിന്റെ ഒരു കഥാപാത്രം പറയുന്നുണ്ട്. ചന്ദ്രക്കാരൻ കേട്ടിട്ടുണ്ട്. നോവല് സാഹിത്യമൊക്കെ വായിക്കുന്നവർക്ക് ചിലമ്പിന്റെ ഏഴത്ത് ചന്ദ്രക്കാരൻ അയാൾ പറയുന്നുണ്ട്, ഞാൻ തിരുവിതാംകൂർ ഭരിച്ചാൽ ഭരിപ്പോ ധർമ്മരാജനെ കാണും. ഞാൻ ഒരുത്തരെയും ബഹുമാനിക്കില്ലാതെ കാരണം വേറൊരാളെ ബഹുമാനിക്കുമ്പോൾ ഞാൻ താണു പോകുന്നൊരു ഭയമുണ്ട്. ഞാൻ വേറൊരാളെ ബഹുമാനിക്കാതില്ലാതെ മാത്രമല്ല, ചെന്നൈക്ക് ഒരുത്തരും വേറൊരാളെ ബഹുമാനിക്കാൻ ഇഷ്ടമല്ല. ഞാൻ കേമനാന്ന് പറയുന്നത് അങ്ങനെ ശീലിച്ചു പോയതാണ്. ഭഗവാൻ പറയുന്നോ പ്രിയോഹിമേ പ്രിയനാഥ. ആ വൈകുണ്ഠനാഥനായിരിക്കുന്ന ലക്ഷ്മീകാന്തനായിരിക്കുന്ന ആ ഭഗവാനെ അഭയം പ്രാപിച്ചുള്ളവര് ആ ഭഗവത് ഭക്തന്മാരോട് എനിക്ക് എപ്പോഴും എന്താണ് പ്രിയമുണ്ട്. നാളെ എപ്പരം സാക്ഷാത് ത്രിഗുണാജീവ സംവിധാത്. ത്രിഗുണങ്ങൾക്ക് ഉപരിയായിരിക്കുന്ന സാക്ഷാത്തായിരിക്കുന്ന ഭഗവന്തം വാസുദേവം പ്രപന്നസപ്രിയോഹിമം. അങ്ങനെയുള്ള ഭഗവാൻ എനിക്ക് സാമാന്യ അർത്ഥം നോക്കേണ്ട കാര്യമുണ്ട്. ഈ സംസ്കൃതത്തിലെ ഓരോ പദത്തിന്റെ അർത്ഥവും വിൽപ്പത്തിയും വ്യാകരണമൊക്കെ നോക്കിയാൽ നമ്മൾ ഒരു തീരില്ലേ, വളരെ സങ്കീർണമാണ്. സാമാന്യ ജനക്ക് അത്രയൊന്നും ആവശ്യമില്ല. ഓരോ പദം എങ്ങനെ ഉണ്ടായി, അതിന് ധാതു എന്താണ്, എന്തൊക്കെ പ്രത്യേകങ്ങൾ ഉണ്ടായി പറഞ്ഞാൽ എളുപ്പമല്ല. എളുപ്പമല്ല എന്ന് മാത്രമല്ല, അതെല്ലാം കേട്ട് കഴിഞ്ഞാൽ ആപ്പാട് ഉറക്കം ഒഴിഞ്ഞ അനുഭവം ഉണ്ടാവും. സംസ്കൃതത്തിന് മലയാളം മാത്രം ബുദ്ധിമുട്ടായി നമുക്ക് തോന്നാത്തത് എന്തുകൊണ്ടാണ്? ചിലപ്പോൾ ശീലിച്ചുകൊണ്ടാണ്. ഇപ്പൊ രാമ എന്നുള്ള പദത്തിന് രാമസ്യ രാമന്റെ നമ്മൾ എന്തൊക്കെ പ്രക്രിയയുണ്ട്, കുറേ പ്രക്രിയകൾ പറയാനുണ്ടാവും. അയ്യാളന്മാർക്ക് ഈ പ്രക്രിയ കേട്ടിട്ട് ഇപ്പൊ എന്താ കാര്യം? അവസാന അർത്ഥത്തേ ഉള്ളൂ, രാമന്റെ കാര്യം അതേ ഉള്ളൂ. ഈ കഷ്ടപ്പാടൊക്കെ വേണോ? തോന്നുന്നുണ്ടായി വ്യാകരണം പഠിക്കാൻ കുറച്ച് വിഷമമായി തോന്നായി. അതുകൊണ്ട് വ്യാകരിക്കുകയാണ് വ്യാകരണം. ഈ പറയാൻ പോലെ അവ്യാകരണം പറയുന്നുണ്ട്. അങ്ങനെ പറയേണ്ട കാര്യമില്ല. തത്വത്തിൽ പോകുന്ന ആളുടെ സമയത്തുള്ളത് അറിയേ പറ്റും. നമ്മളങ്ങനെ ചെയ്യാറുള്ളൂ. അല്ലാതെ ഇപ്പോൾ നമ്മളിപ്പോൾ പോയി എന്ന് പറയുമ്പോൾ പോയി എന്നുള്ളതിൻ്റെ അതെന്താണ്, അത് ഏതാണ്, ഭൂതകാല പ്രത്യം എന്താണ്, ഒരു വർത്തമാനകാല പ്രത്യയത്തിൽ എന്തൊക്കെ വ്യത്യാസമുണ്ടെന്ന് നമുക്ക് ആലോചിക്കുന്നുണ്ട്. നമുക്കത് വളരെ സ്വാഭാവികമായിട്ട് നമ്മൾ കണ്ടു എന്ന് പറയുന്നു. കണ്ടു എന്ന് പറയുമ്പോൾ പ്രത്യം എന്താണെന്ന് ആരും ആലോചിക്കാറില്ല. വ്യാകരണം പഠിപ്പിക്കുന്നത് ബാധ്യതയുള്ളവർ ആലോചിക്കുന്നില്ല. നമ്മൾ കുറച്ച് വ്യാകരണം പഠിപ്പിക്കേണ്ടി വന്നാൽ അതുകൊണ്ട് ഓർമ്മിക്കുന്നില്ല. ഇപ്പോൾ വർത്തമാനത്തിൽ കാണുന്നതാണ്, ഇതിൻ്റെ ഭൂതകാലത്തിൽ കണ്ടു എന്നായിപ്പോയി, കാതുള്ള കാന്നായിപ്പോയി, ദീർഘം കുറഞ്ഞു വേണ്ട എന്തെങ്കിലും വന്നാൽ നമ്മൾ ആലോചിക്കാറുണ്ടോ? അധികം ആലോചിക്കാറില്ല. അതെന്താണ്, നമ്മൾ വളരെ സ്വാഭാവികമാണ്. സ്വന്തം ഭാഷയായതുകൊണ്ടേ കാണുന്നു എന്നുള്ളതിൻ്റെ ഭൂതകാലം കണ്ടു എന്നാണ്. എന്തുകൊണ്ടാണ് കണ്ടു നയിപ്പോയത്, കാണ്ടു നയിപ്പോയിരുന്നത് ആലോചിക്കാറില്ല. ചാവുന്നു എന്നാണ് വർത്തമാനം, ഭൂതകാലത്തിന് ചത്തു എന്നാണ്. എങ്ങനെ ഇപ്പോൾ ചാത്തു എന്നുള്ളത് ചാവുന്നു, ചാത്തു എന്നാണ് വരണ്ടേ, വന്നില്ല. ഇങ്ങനെ ആയിട്ട് ഭാഷ വളരെ രസമാണ്. ചെല്ലു പറയും ചത്തുപോയി എന്ന് പറഞ്ഞാൽ സത്ത് പോയി എന്നാണ്, ജീവചൈതന്യം പോയി എന്നാണ്. വെറുതെ പറയാട്ടോ, അങ്ങനെയൊന്നും അർത്ഥമില്ല. വാസ്തവം ചാക് എന്ന് പറഞ്ഞാൽ മരണം എന്ന അർത്ഥമാണ്. ചാക്കിൻ്റെ മരണം തന്നെ ഇടപെട്ട് രാമക്ഷേത്രത്തില്ലേ, ചാക്കാതെ തെല്ലുവാൻ വന്നവന് കാപ്പി അവകാശം കൊടുത്തോടി എന്ന് ചോദിക്കുന്നതാണ്. ചാക്കിന് മരണമാണ്. കുഞ്ഞുകുട്ടമ്പുരാൻ്റെ മഹാഭാരതം തർജ്ജമയിൽ ഒരു 10-16 ദിക്കിലേക്ക് ചാക്ക് എന്നുള്ള മരണം എന്നുള്ള അർത്ഥം എഴുതിയിട്ടുണ്ട്. ചാക്കിനും വലുതാണിടോ, വലിയ ചാക്കാന്നുള്ള അർത്ഥത്തിലല്ല പറഞ്ഞത്. മരണത്തെക്കാൾ കഷ്ടമാണെന്നത് കീർത്തിയുള്ളവന് ദുഷ്കീർത്തി, ചാക്കിനും വലുതാണിടോ. ചാക്കിന്റെ മരണം നടത്തേ. അപ്പൊ ചാക്ക എന്നുള്ളതിന് കൂടെ ഒന്നും ഞാൻ ചാകുന്നു എന്നായി. ഭൂതകാലത്തിൽ എന്ത് ചെയ്തു, ഈ ധാതുവിന്റെ ചാന്നുള്ള ദീർഘം കുറഞ്ഞിട്ട് ചാന്നായി. ഇപ്പൊ ചക്കുതു. അതിന് കകാരം ലോപിച്ചു പോയപ്പോൾ എന്ത് ചെയ്തു, ചത്തു. എന്തിനാ പറഞ്ഞത്? ഇതൊക്കെ എനിക്ക് അറിയാവുന്നതാണ്. ഇങ്ങനെയൊക്കെയാണ് വ്യാകരണത്തിന്റെ സ്ഥിതി. ഓരോ പദത്തിന്റെയും വ്യാകരണമൊക്കെ മനസ്സിലാക്കിയിട്ട് മുമ്പോട്ട് വെച്ചാൽ എളുപ്പമല്ല. അതിന് ആവശ്യമില്ല. നമുക്കിപ്പോൾ എന്ത് ചെയ്തു, ചത്തു. എങ്ങനെ ചത്തുള്ള പദം എങ്ങനെ ഉണ്ടായി നമ്മൾ ആലോചിക്കാറുണ്ടോ? അത് ആവശ്യമുണ്ടോ? അതുകൊണ്ട് ഭാഷയിൽ അത് ആവശ്യമില്ല അങ്ങനെ തർക്കിക്കുന്നവർക്കും യഥാർത്ഥത്തില് ഭാഷയിൽ പരിണാമങ്ങൾ എങ്ങനെ വന്നു ചേരുന്നതൊക്കെ അറിയാൻ നമുക്ക് ആവശ്യമാണ്. മോശം 6 അംഗങ്ങളുണ്ട് വേദത്തിൽ. ശിക്ഷ, കർപ്പം, വ്യാകരണം, നിരുക്തം, ഛന്ദസ്, ജ്യോതിഷം, 6 അംഗങ്ങളാണ്. ഈ 6 അംഗങ്ങളോടുകൂടിയാണ് വേദം പഠിക്കേണ്ടതെന്ന് പ്രമാണമുണ്ട്. അങ്കാരി വേദ ചത്വാരി എന്നൊക്കെ പറയുന്നുണ്ട്. ഏതായാലും ചുരുക്കത്തിൽ പറഞ്ഞാൽ എന്താണ്, ത്രിഗുണങ്ങൾക്ക് അതീതനായിരിക്കുന്ന സാക്ഷാത്തായിരിക്കുന്ന ഭഗവാൻ ആര് ശരണം പ്രാപിക്കുന്നുവോ അവരെനിക്കെന്താണ് പ്രിയോഹിമേ, നീ പ്രിയപ്പെട്ടവരാണ്. ഇപ്പൊ 2 കാരണം പറഞ്ഞു. എനിക്ക് നിങ്ങളുടെ ഉദ്ദേശം മനസ്സിലായി. നിങ്ങൾ സാക്ഷാത് ഭഗവാനായിരിക്കുന്ന വാസുദേവനെ പ്രണമിക്കാൻ പോകുന്നവരാന്ന് മനസ്സിലായി. അങ്ങനെ പ്രണമിക്കുന്നവരോട് എനിക്ക് ഇഷ്ടമാണ്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്.
അല്ല നമ്മളായിരിക്കില്ലേ ഫീസില്ലാണ്ട് വാദിക്കുന്ന വക്കീലിനെ പോയി ഇയാൾക്ക് ഇപ്പം എന്താ ആവശ്യം എന്നൊക്കെ പറയാൻ ഞങ്ങൾ തൊയ്തൊട്ടുന്നല്ല. എനിക്ക് വലിയ ഇഷ്ടമാണ് പറയാൻ. ഇഷ്ടമുള്ളവർ പറയട്ടെ, ഇഷ്ടമുള്ളവർ നല്ലത് എപ്പോഴും പറയണം. അതുകൊണ്ട് പറയാതുകൊണ്ടാണ് ഉപദേശിക്കുന്നത്. അപ്പോൾ